ഹലോ എവരിവൺ. സോ അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും എക്സാം എഴുതിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഭയങ്കര ലെങ്തി ആണെന്ന് തോന്നുമെങ്കിൽ കൂടി വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം നമുക്ക്. എ കോപ്പർ സ്ഫിയർ ഓഫ് മാസ് ഈസ് 2 gram contains 2 × 10⁻22 atoms. The charge on the nucleus of each atom is 29 E എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ എന്താ പറയുക, കുറച്ച് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. The mass of electron is 9.1 × 10⁻31 kilogram. അത് നമുക്കറിയാം. പിന്നെന്താ, how much mass will the sphere lose or gain if it is given a charge of +2 microcoulomb? എടാ, +2 മൈക്രോകൂളം എന്നുള്ള ചാർജ് കൊടുക്കുമ്പോൾ എത്ര മാസ് നഷ്ടപ്പെടുന്നാൽ? പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഇലക്ട്രോൺസ് പോവുകയാണ് ചെയ്യുക. ഇലക്ട്രോൺസ് വിട്ട് കൊടുക്കുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് വരിക. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ലോസ് ആണ്. ഇലക്ട്രോൺ ലോസ് ആകുമ്പോൾ ഇലക്ട്രോൺസ് പോവുകയാണെങ്കിൽ മാസ് എന്തേ സംഭവിക്കുക, കുറയാണ് ചെയ്യുക. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് പോയി എന്ന് അറിയുകയാണെങ്കിൽ ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൊണ്ട് മാസിനെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇപ്പോൾ Q = NE എന്നുള്ള റിലേഷൻ ഉപയോഗിച്ച് N എന്ന് പറഞ്ഞാൽ Q/E അല്ലേ. ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ charge is given that 2 micro 10⁻6 ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻19 ആണ്. സോ ഈ 10⁻19 മുകളിൽ പോകുമ്പോൾ +19 ആയിരിക്കും. +19 6 പോകുമ്പോൾ 3 വരും. 2/1.6 2/1.6ൻ്റെ വാല്യൂ ഏകദേശം എത്ര വരിക? 1.25 ആണ് എക്സാക്റ്റ് അതിൻ്റെ ഒരു വാല്യൂ വരിക. 1.25 × 10⁻13 ആണ് അതിൻ്റെ റേഞ്ച് വരിക. ഇത്രയും ഇലക്ട്രോൺസ് ആണ് ലോസ് ആയത്. സോ മാസ് നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ എന്താ വരിക? 1.25 × 10⁻13 × 9.1 × 10⁻31 വരും. 1.25 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അപ്രോക്സിമേറ്റ്ലി 5/4 എന്ന് പറഞ്ഞൂടെ. 5/4 × 9.1 × 10⁻31 നിന്ന് 13 പോയി കഴിഞ്ഞാൽ 7, 10, 18 -18 എന്ന് വരും. 9 × 5 45 4 × 10⁻18 എന്ന് വരും. 45ൽ 11 പ്രാവശ്യം അപ്രോക്സിമേറ്റ്ലി എന്നുള്ള ടൈം നിങ്ങൾ ശ്രദ്ധിക്കണം. 11 × 10⁻18 വരും. അവിടെ ഒരു പോയിന്റ് കൊടുത്താൽ 1.1 × 10⁻17 കിലോഗ്രാം. അതിനെ ഗ്രാമിലേക്ക് മാറ്റിയാൽ 1.1 × 10⁻14 ഗ്രാം. സോ ലോസ് എ മാസ് ഓഫ് 1.13 × 10⁻14 ഗ്രാം. കാൽക്കുലേഷനാണ്. ഈ വാല്യൂ ഇവിടെ ഡയറക്റ്റ് കൊടുത്താലും മതി. 2/1.6 കൊടുത്താൽ 9 × 2 18 വരും. 18 ആ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ വാല്യൂ 1.25 എന്നുള്ളൊരു ഓർമ്മയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. അസ്യൂം ദാറ്റ് ഈച്ച് ഓഫ് കോപ്പർ ആറ്റം ഹാസ് 1 ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ദർ ഈസ് 1 milligram ഓഫ് കോപ്പർ. ഓരോ കോപ്പർ ആറ്റത്തിലും ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 1 milligram ഓഫ് കോപ്പറിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും? ആ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 gram അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 gram ഓഫ് കോപ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? അവഗാഡ്രോ നമ്പർ നമുക്കറിയാം, 6.02 × 10⁻23. ചെറുതായിട്ടൊന്ന് കെമിസ്ട്രി കളിക്കണം. ഡിവൈഡ് ബൈ അറ്റോമിക് വെയിറ്റ് എത്ര? 63.5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 gram കിട്ടും. അപ്പോൾ 6.02നെ നമുക്ക് എന്ത് ചെയ്യാം? 602 × 10⁻21 ഡിവൈഡ് ബൈ 63.5 എന്ന് എഴുതി കൂടെ. അപ്പോൾ 63 10 പ്രാവശ്യം പോവുകയാണെങ്കിൽ 630 വരും അല്ലേ? അപ്പോൾ അത് 630 പോവില്ല. അപ്പോൾ 9 ടൈംസേ പോവുള്ളൂ. അപ്പോൾ 9 × 10⁻21 അപ്രോക്സിമേറ്റ്ലി 9 × 10⁻21 റേഞ്ചിലാണ് ആൻസർ വരിക. ഞാനൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആട്ടോ പറയുന്നത്. ദെൻ അതിനുശേഷം ഇതെന്താണ്? 1 ഗ്രാമിലാണ്. നമുക്ക് വേണ്ടത് 1 milligram ആണ്. അപ്പോൾ 1 milligram ഉണ്ടാവുന്ന എണ്ണം എന്ന് പറയുമ്പോൾ 9.4 ആണ് റേഞ്ച് വരുന്നത്. 9.4 × 10⁻21 × 10⁻3 എന്നുള്ള രീതിയിലേക്ക് വരും. -3 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുന്നു. മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻³ ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9.4 × 10⁻18. 1 milligram ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 9.4 × 10⁻18 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q = NE അല്ലേ. സോ 9.4 × 10⁻18 × 1.6 × 10⁻19 വരും. 1.6 × 9.4 അപ്രോക്സിമേറ്റ്ലി 10 ആക്കിയാൽ നമുക്ക് 16 എന്നുള്ള റേഞ്ചിൽ വരും. 16 എന്ന് പറയുന്ന സമയത്ത് റേഞ്ചിൽ 16, 15 എന്നുള്ള റേഞ്ചിൽ 15 എന്നുള്ള ടൈമിലേക്ക് എടുക്കാം. 15 × 10⁻1 വരെ അപ്രോക്സിമേറ്റ്ലി 1.5 കൂളോം എന്ന് കിട്ടും. ആൻസർ വിൽ ബി ഓപ്ഷൻ 1. പ്യുവർ കാൽക്കുലേഷൻ ആണ്. പിന്നെ ഈ ഒരു റേഞ്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലായി. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ അവഗാഡ്രോ നമ്പർ ഡിവൈഡ് ബൈ അറ്റോമിക് വെയിറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന കാര്യമാണ്. പിന്നെ അത് ഒരു ഗ്രാമിലുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ പിന്നെ മില്ലിഗ്രാമിലുള്ളത് കണ്ടുപിടിക്കാൻ × 10⁻³ ചെയ്യുക. ഇവിടെ ഫിസിക്സിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ Q = NE ചെയ്യൽ മാത്രമാണ്. ദെൻ what is the Coulomb force between 2 alpha particles separated by a distance of 3.2 × 10⁻15 meter?
ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്ന സമയത്ത് 2e, അതായത് ചാർജ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് ഇ ആണ് അല്ലേ. സോ ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് k ഇൻറ്റു 2e സ്ക്വയർ എടുക്കുമ്പോൾ 4e²/r² എന്ന് വരും. കെൻ്റെ വാല്യൂ 9 × 10⁹ ആണ്. 4 ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻⁹ അതിന് 2 വാല്യൂ ഉണ്ട്, അതുകൊണ്ട് 1.6 × 10⁻⁹ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ 3.2 × 10⁻⁻15 അതിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് 3.2 × 10⁻⁻15. ഞാൻ ഇങ്ങനെ എഴുതാനൊരു കാരണമുണ്ട്, കാരണം 1.6ന് ഡബിളാണ് 3.2 എന്നുള്ള ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. കാരണം ഈ 1.6നെ 3 കട്ട് ചെയ്യുമ്പോൾ 2 വരും, അതേപോലെ ഈ 1.6 3 കട്ട് ചെയ്യുമ്പോൾ 2 വരും, ഈ 2 കട്ട് ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയേ വരുള്ളൂ? ഇവിടെ ആകെ ഒരു ടൈം മാത്രമേ ഉള്ളൂ, 9 മാത്രമേ ഉള്ളൂ. സോ 9 വെച്ച് വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? ദർ ഈസ് ഓൺലി 1 ഓപ്ഷൻ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഞാൻ ബാക്കി കാൽക്കുലേഷൻ ചെയ്താൽ എനിക്ക് ഓഫ് കോഴ്സ് കിട്ടാൻ പോകുന്നത് 90 ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ നോക്കുക, -15ഉം -15ഉം -30, 9ഉം 10⁻⁻⁹ 10⁻⁻10. ഈ -30 മുകളിൽ പോകുമ്പോൾ +30, +30യിൽ നിന്ന് 10 പോയാൽ 20, 20യിൽ നിന്ന് 19 പോയി കഴിഞ്ഞാൽ 10. നോക്കുക, കറക്റ്റ് ആൻസർ 90 ന്യൂട്ടണിലേക്ക് വന്നത് കണ്ടോ നിങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 4. Force of attraction between 2 point electric charges placed in a distance d in a medium is f. What distance apart should this be kept in the same medium? സെയിം മീഡിയത്തിലാണ് ഫോഴ്സ് f/3 ആണ്. നമുക്കറിയാം ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ f2 / f1 എന്ന് പറഞ്ഞാൽ നമുക്ക് d1 / d2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ f2 f/3 ആയി, f1 f ആണ്, d1 d ആണ്, d2 ആണ് കണ്ടുപിടിക്കേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ 1/3 is equal to d/d2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ d/d2 is equal to 1/√3 എന്ന് വരും, d2 is equal to √3d എന്ന് വരും. ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ ഈസ് ഓപ്ഷൻ 4. ഈസി അല്ലേ? ചെയ്ത് പഠിച്ച മോഡൽ ചോദ്യമാണ്. എ ചാർജ് Q ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ തിൻ ഹാഫ് റിംഗ്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് റിംഗ് ഷേപ്പ് അല്ലെങ്കിൽ ആർക്ക് ഷേപ്പിൽ ഉണ്ടാവുന്ന സാധനത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് λ/2πε0r ഇൻറ്റു സൈൻ θ/2 ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ 2 എൻഡുകൾ തമ്മിൽ സെൻറ്ററിലേക്ക് തമ്മിൽ വരയ്ക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഇത് ഹാഫ് റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിംപ്ലി ഹാഫ് റിംഗ് ആകുമ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താ? പറ അതിൻ്റെ ഐഡിയ എന്താ? ഹാഫ് റിംഗ് ആവുന്ന സമയത്ത് ഞാൻ പറയേണ്ടതാ, ഇങ്ങനെയാണ് റിംഗ് എന്ന് വിചാരിക്കും, അതിൻ്റെ പകുതിയാണെന്ന് വിചാരിക്കും. സോ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലൈനും ഈ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എത്രയായിരിക്കും? 180 ആയിരിക്കും. സോ തീറ്റ 180 ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു λ/2πε0r ഇൻറ്റു സൈൻ 180/2 സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. സോ ഈ റിസൾട്ട് എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ നമ്മൾ സ്ലൈഡ് എടുത്ത് നോക്കിയാൽ മതി, നമ്മളത് പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ സെഗ്മെൻ്റ് എടുത്ത് നമ്മളത് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എൻട്രൻസിന് ഇങ്ങനത്തെ റിസൾട്ടുകൾ അറിയാമെങ്കിൽ വേഗം ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത്. സോ ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. വാട്ട് ഈസ് ലെങ്ത് ഹിയർ? ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിങ്ങിൻ്റെ പെരിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് അല്ലേ. ഈ ആർക്ക് സെമി സർക്കിൾ അല്ലേ, സെമി സർക്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ πr ആണ്. സോ ഇവിടെ കൊണ്ടുപോയിട്ട് ലാംഡക്ക് Q/2πε0r ഇൻറ്റു താഴത്ത് πr എന്ന് വരും. സോ Q/2 ഇൻറ്റു π സ്ക്വയർ ε0 ഇൻറ്റു r ഇൻറ്റു r സ്ക്വയർ Q/2π² ഇൻറ്റു ε0 r സ്ക്വയർ. ആൻസർ ഈസ് ഓപ്ഷൻ 1. 5th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 1. ക്ലിയർ ആണേ? യെസ്. The bob of a pendulum of mass 8 microgram carries an electric charge of 39.2 into 10⁻⁻10 coulomb in electric field is given and it is at rest. The angle made by the pendulum with the vertical will be. ഇവിടെ ഒരു ചോദ്യത്തിൻ്റെ ഒരു പെർഫെക്ഷൻ കുറവെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലേക്കാണ് നിൽക്കുന്നതും കൂടി പറയണമായിരുന്നു. ഇതിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ്. The bob of a pendulum of mass 8 microgram carries an electric charge coulomb in electric field. ഫിഗറിൻ്റെ ഒരു പോരായ്മയുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു ഇത് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാവുമ്പോൾ ഈ ആംഗിൾ ടിൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ചാർജിന് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് Qയും അതിൻ്റെ വെയിറ്റ് mgയും ആവും. സോ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു QE/mg ആണ്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? ടാൻ തീറ്റ. ഇത് റിസൾട്ട് നിങ്ങൾക്ക് അറിയുന്നല്ലേ, ടാൻ തീറ്റ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 39.2 into 10⁻⁻10. ഇലക്ട്രിക് ഫീൽഡ് 20 into 10⁻³
ഡിവൈഡ് ബൈ ജി 10 ആണ്. 8 മൈക്രോ 8 × 10⁻⁻6. 0 0 കട്ട് ചെയ്തു. 2 കട്ട് ചെയ്താൽ ഇവിടെ 4 വരും. 39.2-ൽ നമുക്ക് പോകുന്നത് 39.2 ഡിവൈഡ് ബൈ 4 ഇൻറ്റു ഈ താഴെയുള്ള 10⁻⁻6 മുകളിൽ പോകുമ്പോൾ +6 ആവും. അപ്പോൾ 9 വരും, -9 വരും അല്ലേ. × 10⁻³ 8 മൈക്രോഗ്രാം. ഓ മൈ ഗോഡ്, മൈക്രോഗ്രാമാണ്. അപ്പോൾ മൈക്രോ കഴിച്ച് ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ എഗെയിൻ × 10⁻³ ചെയ്യണം. അപ്പോൾ അത് -3 മുകളിൽ പോകുമ്പോൾ +6 ആവും, 12 ആവും. ദാറ്റ് വിൽ ഗീവ് 100 വരും. സോ നമുക്കതിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ഈ ജീൻ്റെ വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 39.2 എന്ന് പറഞ്ഞ ടൈം കാണുമ്പോൾ ഒരു കണക്ഷൻ വരുന്ന പോലെ. ദാറ്റ് മീൻസ് ഒന്നുമില്ല. നമുക്കൊന്നുകൂടി നോക്കാം. 8 × മൈക്രോ 10⁻⁻6 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. അപ്പോൾ 9.8ൻ്റെ മൾട്ടിപ്പിൾ ആണോ 39.2 എന്നൊരു സംശയം. ദാറ്റ് മീൻസ് നമുക്ക് 39.2 ഡിവൈഡ് ബൈ 9.8 ചെയ്ത് നോക്കാം. 39.2 ഡിവൈഡ് ബൈ 9.8 ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട്ലി ഒരു വാല്യൂ 4 എന്ന് വരും. 4 വരും. ഇത് 4 വരും. 4 × 20 × 10⁻⁻7 വരും. -6 മുകളിൽ പോകുമ്പോൾ +6 വരും. ഡിവൈഡ് ബൈ 8 വരും. സോ 4 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. ഈ 2 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 വരും. 10 × 10⁻⁻1 1 വരും. tan θ 1 വരണമെങ്കിൽ തീറ്റ വിൽ ബി 45 ഡിഗ്രി. തീറ്റ വിൽ ബി 45 ഡിഗ്രി. സംശയമൊന്നുമില്ലല്ലോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2 എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സോ മൂവിങ് ടു ദീസ് 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്ക്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഈസി വൺ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആ നമ്പർ കണ്ടുപിടിക്കാനുള്ളത്, ആറ്റംസിൻ്റെ എണ്ണം കണ്ടുപിടിച്ച്, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിച്ച്, മില്ലിഗ്രാമിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത് മാത്രമേ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൂ. ഇതുവരെ ചെയ്തതിലൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. യെസ്, 45 ഡിഗ്രി അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കണേ, ഇവിടെ 8 മൈക്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞ 8 മൈക്രോഗ്രാമാണ്. ഇവിടെ ശരിക്കും ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഈ ടൈം മൈക്രോ എന്നല്ല, കാരണം മൈക്രോ ആവുന്ന സമയത്ത് എഗെയിൻ 10⁻⁻6 ഉണ്ട്. അതിൻ്റെ കൂടെ പിന്നെയും നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻³ ആഡ് ചെയ്യണം. അപ്പോൾ 10⁻⁹ വരും. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആൻസറിലേക്ക് എത്തില്ല. ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ ഈ ടൈം എന്ന് പറഞ്ഞാൽ 8 മില്ലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. 8 മില്ലിഗ്രാം ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്നുള്ളൊരു കാര്യം നിങ്ങൾ 8 മില്ലിഗ്രാം എന്നാണ് കറക്റ്റ് വേണ്ടത്. അപ്പോൾ 8 മില്ലി എന്ന് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ നോക്കുക, മില്ലി ആവുമ്പോൾ 10⁻³ ഇൻറ്റു ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 10⁻³ അത് ഒരൊറ്റ സ്റ്റെപ്പിൽ 10⁻⁻6 എഴുതാം. ഇവിടെ 8 മൈക്രോ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആൻസറിലേക്ക് എത്തില്ല. കാരണം ഇവിടെ ഒരു 10⁻³ എക്സ്ട്രാ വരും. ആ 10⁻³ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. സോ ക്വസ്റ്റ്യനിൽ ഇവിടെ മില്ലിഗ്രാം ആണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. സപ്പോസ് നിങ്ങൾ എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ മൈക്രോ എന്നുള്ള ടൈപ്പിലാണ് വന്നതെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടും. യെസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്ക്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ക്ലോസ്ഡ് സർഫസ്? വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ക്ലോസ്ഡ് സർഫസ് എന്ന് എന്താ വരിക? ക്ലോസ്ഡ് സർഫസ് ആവുന്ന സമയത്ത് നമുക്കറിയാം ഫ്ലക്സ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ സർഫസ് ഡിവൈഡ് ബൈ ε0. 8.85 × 10⁻⁻12 വരും. ചാർജ് എൻക്ലോസ്ഡ് എത്രയാണ്? 1.25 + 7 + 1 - 0.4. 8 7 + 1 8. 8ഉം 1.25ഉം 9.25 അല്ലേ? 8ഉം 1.25 എത്രയാണ്? 9. അല്ലേ? കാൽക്കുലേഷൻ നോക്കെല്ലാവരും. 1.25ഉം 8ഉം 9.25. 9.25 നിന്ന് 4 പോയി കഴിഞ്ഞാൽ ഏകദേശം 40 കുറയ്ക്കണം. 0.40 കുറച്ചാൽ 25 പിന്നെ 15 കുറച്ചാൽ 8.85 അല്ലേ വരിക? എക്സാലി അല്ലേ? നിങ്ങൾ നോക്കുക, സംഭവം നോക്കുക. 1.25നോട് 7 ആഡ് ചെയ്യുമ്പോൾ 8.25 ആയിരിക്കും. അതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ 9.25 ആയിരിക്കും. അതിൽ നിന്ന് 0.4 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 8.85 മുകളിൽ ഡയറക്റ്റ് 8.85. കാൽക്കുലേഷൻ ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുക, അവിടെ -12 വരും. ഈ 2 ടൈംസ് കട്ട് ചെയ്യുക. 10⁻12 മുകളിൽ പോകുമ്പോൾ 10⁻12 വരും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2, 10⁻12 Nm²/Coulomb എന്ന് കിട്ടും.
Question number 8. 3 infinitely long charged sheet in the electric field is equal to sigma divided by 2 epsilon 0. It is independent of R. ആ പോയിന്റിലേക്കുള്ള ദൂരം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണേ, ഇത് സിഗ്മ സെഡ് മുകളിലേക്കാണ്. സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ആക്സ് മുകളിലേക്കാണ്. സോ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ ഫീൽഡ് എവേ ആയിരിക്കും. സോ ഇവിടെ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഫീൽഡ് താഴത്തേക്കായിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0 താഴത്തേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് സെഡ് മുകളിലേക്കാണെങ്കിൽ താഴത്തേക്ക് മൈനസ് സെഡ് ആണ്. അതിനെ മൈനസ് കെ ക്യാപ്പ് എന്ന് കൊടുക്കാം. E2 രണ്ടാമത്തെ ആളാരാ? -2 സിഗ്മയാണ്. സോ മൈനസ് ചാർജ് ആവുന്ന സമയത്ത് ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഫീൽഡ് ആ പ്ലേറ്റിൻ്റെ ടുവാർഡ്സാണ്, പ്ലേറ്റിലേക്കാണ് വരിക. പ്ലേറ്റിൽ നിന്ന് പ്ലേറ്റിലേക്ക് ടുവാർഡ്സാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് നോക്കുക, എഗെയിൻ സിഗ്മക്ക് പകരം ഇവിടെ 2 സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0. അത് എങ്ങോട്ടേക്കാണ്? ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അത് മൈനസ് കെ ക്യാപ്പ്. ദെൻ വാട്ട് ഇസ് E3? E3യിൽ ഉണ്ടാകുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റിയും നെഗറ്റീവാണ്. ആ പോയിന്റ് ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടുവാർഡ്സ് ആയിരിക്കും. അതായത് പോസിറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ എവേ ആയിരിക്കും, നെഗറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ ടുവാർഡ്സ് ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടത്. സോ E3 ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0. ഡൗൺവേർഡ് ആകുമ്പോൾ മൈനസ് കെ ക്യാപ്പ് വരും. എല്ലാം ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ ആഡ് ചെയ്താൽ മതി. സോ നെറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് കെ ക്യാപ്പ് കോമൺ ആക്കി എടുത്തോ. സിഗ്മ ബൈ 2 എപ്സിലോൺ 0, 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0, സിഗ്മ ബൈ 2 എപ്സിലോൺ ആകുമ്പോൾ 4 സിഗ്മ ബൈ 2 എപ്സിലോൺ 0, 4 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് പറയുമ്പോൾ 2 സിഗ്മ ബൈ എപ്സിലോൺ 0 മൈനസ് കെ ക്യാപ്പ്. സോ -2 സിഗ്മ ബൈ എപ്സിലോൺ 0 കെ ക്യാപ്പ്. ഇത് എപ്പോഴും വരുന്നൊരു ചോദ്യമല്ലേ, നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് അതിൻ്റെ റിസൾട്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്ത സെയിം കോൺസെപ്റ്റ് ആണിത്. ചാർജ്ഡ് ബോൾ ബി ഹാങ്സ് ഫ്രം എ സിൽക്ക് ത്രെഡ് എസ് വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് എ ലാർജ് ചാർജ്ഡ് കണ്ടക്ടിങ് ഷീറ്റ് പി. ആസ് ഷോൺ ഇൻ ദ ഫിഗർ ദ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് സിഗ്മ ഓഫ് എ ഷീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇവിടെ ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും. ഇതിലെ വെയിറ്റ് എങ്ങോട്ടേക്കാണ്? താഴത്തേക്കായിരിക്കും. ഇതിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആംഗിൾ തീറ്റയാണ്. ഇത് ടാൻ തീറ്റയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ QE ആണ്, ഇത് mg ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു QE ബൈ mg ആണ്. ഇവിടെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു Q ബൈ mg ഇൻറ്റു ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. ഇവിടെ സിഗ്മ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? ടാൻ തീറ്റ ആയിരിക്കും. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 സിമ്പിൾ അല്ലേ. ദെൻ the electric potential at a point on the axis of an electric dipole depends on the distance r from the point. Electric potential V is equal to Kp cos theta divided by r square ആണ്. So potential is inversely proportional to r square ആണ്, directly proportional to 1 by r square ആണ്. So answer will be option 2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇക്വേഷൻ അറിയുന്ന ഒരു കുട്ടിക്ക് ഈസിലി ചെയ്യാൻ വേണ്ടി പറ്റും. A hollow metal sphere of radius 5 cm is charged so that the potential on its surface is 10 volt. The potential at the center of the sphere is, സർഫസിൽ 10 വോൾട്ട് ആണ്. അപ്പോൾ സെൻറ്റർ ഉണ്ടാവുന്നത് 10 വോൾട്ട് ആയിരിക്കും. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദ സർഫസ് അല്ലേ. അപ്പോൾ ഇൻസൈഡ് പൊട്ടൻഷ്യൽ സെയിം വാല്യൂ ആയിരിക്കും. സർഫസിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ തന്നെയാണ് ഇൻസൈഡ് ഉണ്ടാവുക. സോ ആൻസർ വിൽ ബി 10 വോൾട്ട്. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഇക്വേഷൻ Kp കോസ് തീറ്റ ഡിവൈഡ് ബൈ r സ്ക്വയർ അല്ലേ. സോ ഇവിടെ മുകളിലും താഴത്തും നമുക്ക് r കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ P കോസ് തീറ്റ ബൈ r ക്യൂബ് വരും. P കോസ് തീറ്റയെ നമുക്ക് P ഡോട്ട് r ഡിവൈഡ് ബൈ r ക്യൂബ് എന്നുള്ള ഫോർമാറ്റിൽ എഴുതിക്കൂടെ. സോ K ഇൻറ്റു P ഡോട്ട് r ഡിവൈഡ് ബൈ r ക്യൂബ് എന്നുള്ള ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈസ് 100 മൈക്രോ കൂളം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 9 മീറ്റർ ഈസ്. സോ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു KQ ഡിവൈഡ് ബൈ r അല്ലേ. KQ ബൈ r. K 9 ഇൻറ്റു 10⁻⁹ ആണ്. Q 100 ഇൻറ്റു 10⁻⁶ ആണ്. ഡിസ്റ്റൻസ് 9 ആണ്. 9 ക്യാൻസൽ ചെയ്താൽ 100 ഇൻറ്റു 10⁻³ വരും. That will give 10⁵ volt എന്ന് കിട്ടും. Answer will be option 2. The potential at a distance r/2 from the center of a conducting sphere of radius r will be. ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ചാർജ് Q ആണെങ്കിൽ അതിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ KQ ബൈ r തന്നെയാണ്. K എന്ന് പറഞ്ഞാൽ 4πε0 r തന്നെയാണ്. സോ ചോദ്യം എന്താ? ഇൻസൈഡ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അല്ലേ. ഇതിൻ്റെ അകത്ത് r/2 ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന് ഇൻസൈഡ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും സർഫസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും സെയിം ആണെന്ന് അറിയുന്ന കുട്ടിക്ക് സെയിം ചോദ്യം അല്ലേ, നേരത്തെ ചെയ്ത സെയിം ചോദ്യം. ആ ചോദ്യം നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ 3 എന്ന് പറയാൻ വേണ്ടി പറ്റും. സർഫസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഇൻസൈഡ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. 3 charges Q plus Q are placed at the vertices of an equilateral triangle of side L as shown in the figure. If the net electrostatic energy of the system is 0, then Q is equal to. നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ചാർജ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കണം. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ചാർജ് ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ K ഇൻറ്റു ഇതൊരു പെയറാക്കി എടുക്കുകയാണെങ്കിൽ QQ
ക്യൂ ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ പ്ലസ്, പിന്നെ ഇതൊരു പെയറാണെങ്കിൽ കെ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ബൈ എൽ പ്ലസ്, പിന്നെ ഇതൊരു പെയറാണെങ്കിൽ എന്ത് വരും? ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചൊരു മോഡൽ ചോദ്യമല്ലേ, കെ ക്യൂ ഡിവൈഡ് ബൈ എൽ വരും. ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ കെ ബൈ എൽ എടുത്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 0 കൊടുക്കല്ലേ. ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ കോമൺ ടൈംസ് എടുത്ത് നമുക്ക് ഒഴിവാക്കാം. ക്യൂ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ക്യൂ ക്യൂ പ്ലസ് ക്യാപിറ്റൽ ക്യൂ ക്യൂ വരും. ഇതിന് നമുക്ക് 2 ക്യൂ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. നമുക്ക് 2 ക്യൂ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ സ്ക്വയർ വരും. ഒരു ക്യൂ സ്ക്വയറിൽ ഒരു ക്യൂവും ക്യൂവും കട്ട് ചെയ്താൽ ക്യാപിറ്റൽ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 2. ആൻസർ വിൽ ബി ഓപ്ഷൻ 1. On increasing the temperature of a conductor, resistance rho is equal to m divided by n e square tau അല്ലേ. ഇപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും റെസിസ്റ്റൻസ് കൂടും, അതായത് റിലാക്സേഷൻ ടൈം കുറയല്ലേ ചെയ്യുക. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കൊളീഷൻ കൂടും, കൊളീഷൻ കൂടുന്ന സമയത്ത് കൂട്ടിയിടിക്കാനുള്ള സമയം കുറയും. റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും റെസിസ്റ്റൻസ് കൂടും. റിലാക്സേഷൻ ടൈം കുറയുന്നതാണ് എന്ത് സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് കൂടാൻ കാരണം. ഇൻ റിലാക്സേഷൻ ടൈം ഇൻ കണ്ടക്ടേഴ്സ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. 16ാമത്തെ ചോദ്യവും 17ാമത്തെ ചോദ്യവും രണ്ടും സെയിം ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയുന്നതാണ് കണ്ടക്ടേഴ്സിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ റെസിസ്റ്റൻസ് കൂടുന്നത് എന്നുള്ള റിയാലിറ്റി നമുക്കറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ ആണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ഡയമെൻഷൻസ് ഓഫ് എ ബ്ലോക്ക് ഓഫ് ആർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആൻഡ് 100 സെൻറ്റിമീറ്റർ. അപ്പം ഓക്കെ, സോ ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഈ ദൂരം 100 സെൻറ്റിമീറ്റർ ആണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ. റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് റെക്റ്റാങ്കുലർ ഫേസ്. റെക്റ്റാങ്കുലർ ഫേസ് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഫേസും ഈ ഫേസിനുമാണ് ബാറ്ററി കണക്ട് ചെയ്തത്. നമുക്കറിയാം എവിടെയാണോ ഇവിടെ ഫേസ് കണക്ട് ചെയ്യുന്നത്, അപ്പോൾ ഏരിയ എടുക്കുന്ന സമയത്ത് ഏതിൻ്റെ ഏരിയ എടുക്കണം? എവിടെയാണോ കണക്ട് ചെയ്യുന്നത് ആ സർഫസിൻ്റെ ഏരിയ എടുക്കണം. സോ ഈ റെക്റ്റാങ്കുലർ ഫേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻⁴ വരും. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അത് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻ്റർഫേസ്, ഈ സർഫസുകൾ തമ്മിലുള്ള ദൂരമാണ് ലെങ്ത്ത്. ഇതാണ് ലെങ്ത്ത്. നമുക്കറിയാം എവിടെയാണോ പോയിന്റുകൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്, ആ പോയിന്റ് എവിടെയാണോ കണക്ട് ചെയ്യുന്നത് അവ തമ്മിലുള്ള ദൂരമാണ് ലെങ്ത്ത്. അത് കണക്ട് ചെയ്യുന്ന പോയിന്റിന് നോർമൽ സർഫസ് ആണ്. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ സർഫസ് ആണ്. കണക്ട് ചെയ്ത ഏരിയയുടെ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, മറന്നുപോയത്. ക്യൂബിൻ്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു ക്യൂബ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടി വരേണ്ട ഒരു കാര്യം എന്താ? ക്യൂബിനെ ഞാനിതാ ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതും ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ദൂരവുമാണ്. ഈ ദൂരമാണ് ലെങ്ത്ത് എടുക്കുക. ഇനി സപ്പോസ് ഞാൻ പറയുകയാണ് ഈ കണക്ഷൻ ഞാൻ മാറ്റി, മുകളിലും താഴത്തുമാണ് ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെയാണ് ലെങ്ത്ത്. ഏരിയ എന്ന് പറഞ്ഞാൽ ആ മുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ് ഏരിയ, നോർമലായിട്ട് കിടക്കുന്നതാണ് ഏരിയ. അത് മറന്നു പോകരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10⁻⁻². അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എയിൽ. റോ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10⁻⁻⁷ ആണ്. ലെങ്ത്ത് 10⁻⁻² ആണ്. ഏരിയ 10⁻⁻² ആണ്. കട്ട് ചെയ്താൽ 3 ഇൻറ്റു 10⁻⁷ ഓം. ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ ഈസ് ഓപ്ഷൻ 2. If point charges Q1 is equal to 2 into 10⁻⁷ coulomb, Q2 is equal to 3 into 10⁻⁷ coulomb are at 30 centimeter separation, find the electrostatic force. എല്ലാ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കെൻ്റെ വാല്യൂ 9 into 10⁻⁹ ആണ്. Q1 2 into 10⁻⁷ ആണ്. Q2 3 into 10⁻⁷ ആണ്. ഡിവൈഡഡ് ബൈ ഇവ തമ്മിലുള്ള ദൂരം 30 സെൻറ്റിമീറ്റർ. 30ൻ്റെ സ്ക്വയർ 900 സെൻറ്റിമീറ്റർ മീറ്ററിലാക്കുമ്പോൾ 10⁻⁻⁴. അപ്പോൾ അത് ഞാൻ ഈ 9ഉം 9ഉം കട്ട് ചെയ്തു. ഈ 2 0 10⁻⁻⁴ കട്ടാൽ 10⁻⁻² വരും. ഈ -2 മുകളിലേക്ക് പോയാൽ +2 വരും. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ആകെ ഉണ്ടാകുന്ന വാല്യൂസ് 2ഉം 3ഉം. 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുക. 6 വെച്ച് വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് വൺസ്. അങ്ങനെ ആലോചിക്കണം നിങ്ങൾ. അങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം. 8 ഡൈപോൾസ്, ഒരു ഡൈപോൾ അതായത് 8 ഡൈപോൾ ഒരു ക്യൂബിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കുക എന്ന് പറയുമ്പോൾ ഒരു ഡൈപോൾ ഉണ്ടാക്കുന്ന ടോട്ടൽ നെറ്റ് ചാർജ് 0 അല്ലേ. 8 ഡൈപോൾ ഉണ്ടാക്കുന്ന അപ്പോൾ ടോട്ടൽ നെറ്റ് ചാർജിൻ്റെ അകത്ത് ഉണ്ടാകുന്ന നെറ്റ് ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. നെറ്റ് ചാർജ് 0 ആണെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് എത്രയാണ്? 0 ആണ്. അപ്പോൾ 8 ഡൈപോൾ കൊണ്ടുവെക്കുക എന്ന് പറയുമ്പോൾ 8 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 8 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. നെറ്റ് ചാർജ് 0 ആയിപ്പോൾ. 3 ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്.
ഹൗ മെനി ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഓൾ 3 റെസിസ്റ്റേഴ്സ് ക്യാൻ ബി മെയ്ഡ്? 3 എണ്ണം എങ്ങനെ കണക്ട് ചെയ്യാം? 3 ഈക്വൽ റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യാം. ദെൻ 3 ഈക്വൽ റെസിസ്റ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്യാം? പാരലൽ കണക്ട് ചെയ്യാം. അപ്പോൾ 2 കണക്ഷനായ. ഇനി 2 എണ്ണം സീരീസിൽ, ഒന്ന് അതിന് പാരലായി കണക്ട് ചെയ്യാം. ഇനി 2 എണ്ണം പാരലൽ, പിന്നെ ഒന്ന് സീരീസ്. ഇത്രയും കണക്ഷൻസാണ് പോസിബിൾ. ഈക്വൽ ആയതുകൊണ്ടാണ് ഇത്ര കണക്ഷൻസേ പോസിബിൾ ഉള്ളൂ. 3 എണ്ണം സീരീസ്, 3 എണ്ണം പാരലൽ, പിന്നെ 2 എണ്ണം സീരീസ്, 1 പാരലൽ, 2 എണ്ണം പാരലൽ, 1 സീരീസ്. അപ്പോൾ 4 പോസിബിലിറ്റീസ് ആർ ദർ. അപ്പോൾ 22ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ 3 വരും. കിർച്ചോഫ് സെക്കൻഡ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കിർച്ചോഫ് ഫസ്റ്റ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ദ ഫിഗർ ബിലോ ഷോസ് കറൻസ് ഇൻ എ പവർ ഇലക്ട്രിക് സർക്യൂട്ട്. കറണ്ട് ഐ ആ ചോദ്യം. അപ്പോൾ ഇങ്ങോട്ടേക്ക് 2 ആംപിയർ, അപ്പോൾ 4 ആംപിയർ വരും. 4 ആംപിയർ ഇങ്ങോട്ട് പോയി 1 ആയി. അപ്പോൾ ബാക്കി എത്ര വരും? ഇങ്ങോട്ടേക്ക് 3 വരും, ഇങ്ങോട്ട് 3 വരും. ഈ 3ൽ 1.3 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1.7 ഇങ്ങോട്ട് പോകും. 1.7 1.3 അല്ലേ 3 വരിക. സോ ഐ എന്ന് പറഞ്ഞാൽ 1.7 ആംപിയർ. ഇൻ ദ സർക്യൂട്ട് എലമെൻറ്റ് ഗിവൺ ഫിഗർ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി is VB is 0, then potential of A and D are given us. So potential difference between A and B എടുക്കുന്ന സമയത്ത് VA മൈനസ് VB എടുക്കുകയാണെങ്കിൽ കറണ്ട് പോകുന്ന അതേ വഴിക്കാണ് നമ്മൾ പോകുന്നത്. 1 × 1.5 വരും. സോ VA മൈനസ് VB ഈസ് ഈക്വൽ ടു 1.5 ആണെങ്കിൽ VBയുടെ വാല്യൂ 0 ആകുമ്പോൾ VAൻ്റെ വാല്യൂ 1.5 വരും അല്ലേ. VA ഈസ് ഈക്വൽ ടു 1.5 വോൾട്ട്. സോ ഓപ്ഷൻ 2ഉം 3ഉം 4ഉം കറക്റ്റ്. യെസ്. സോ VAയുടെ വാല്യൂ 1.5 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാത്രം ഒന്ന് അക്രോസ് ചെയ്ത് നോക്കാം. അപ്പോൾ VB മൈനസ് VC എന്താ വരിക നോക്കുക. സോ VB മൈനസ് VC എന്ന് പറയുന്നത് കറണ്ട് പോകുന്ന സെയിം ഡയറക്ഷൻ. അപ്പോൾ 1 × 2.5 വരും. VBയുടെ വാല്യൂ 0 ആകുമ്പോൾ VC എന്തായി മാറും? മൈനസ് 2.5 ആയിട്ട് മാറും. ഇനി അക്രോസ് ഇത് നോക്കാം, VCയും Dയും നോക്ക്. അപ്പോൾ VC മൈനസ് VD എന്ന് പറയുമ്പോൾ VC മൈനസ് VD മൈനസ് 2 വോൾട്ട് വരും. VCയുടെ വാല്യൂ മൈനസ് 2.5 മൈനസ് VD ഈസ് ഈക്വൽ ടു മൈനസ് 2 വരും. സോ VD ഈസ് ഈക്വൽ ടു മൈനസ് 2.5 പ്ലസ് 2 ദാറ്റ് വിൽ ഗീവ് മൈനസ് 0.5 വരും. സോ ആൻസർ എന്താ വരിക? മൈനസ് 0.5 വോൾട്ട് വരും. സോ പ്ലസ് 1.5 വോൾട്ടും അതേപോലെ തന്നെ മൈനസ് 0.5 വോൾട്ടും ഓപ്ഷൻ 4 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. യെസ്. നെക്സ്റ്റ് ഇത് ഡയറക്റ്റ് വരുന്ന ഒരു മോഡൽ ചോദ്യമാണ്. ഇത് 30 ആകുമ്പോൾ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് 60 ആവും. ഈ 60യും 30യും പാരലാണ്. 60യും 30യും പാരലാണെങ്കിൽ എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ ഞാൻ മറ്റേ റിലേഷനിൽ നമ്മുടെ കോമ്യൂണിക്കേഷൻ ബിഗ് 1 ഡിവൈഡ് ബൈ n+1 60 ഡിവൈഡ് ബൈ 60/32 2 + 1 60/3 ദാറ്റ് വിൽ ഗീവ് 20. സോ കറണ്ട് എന്ന് പറഞ്ഞാൽ V/R ആണ്. 2/20 2 ഡിവൈഡ് ബൈ 20 1/10 ആംപിയർ എന്ന് കിട്ടും. സോ വളരെ ഈസിലി ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ 3ലേക്ക് എത്താൻ വേണ്ടി പറ്റും. 28 മക്കളെ ഈ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് മാത്രം പറയാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ബോണസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ 12 വോൾട്ട് ആവുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് 1.5 വോൾട്ട് ആകുമ്പോൾ ഇതിൻ്റെ അക്രോസ് 0.9 0.9 0.9 0.9 അതായത് ഇത് നോർമൽ കണ്ടീഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഓരോ ബൾബിനും വേണ്ടത് 0.9 കറണ്ടാണ്. അപ്പോൾ ഇവിടേക്ക് വരേണ്ട ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 0.9 × 4 ആണ്. ഇവിടെ നിന്ന് വരേണ്ട ടോട്ടൽ കറണ്ട് 0.9 × 4 ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കറണ്ട്, ടോട്ടൽ കറണ്ട്. അപ്പോൾ ഇവിടെ 12 വോൾട്ട് ആണ് നമ്മൾ കൊടുക്കുന്ന ബാറ്ററി. 1.5 ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്നത് 10.5 വോൾട്ട് ആയിരിക്കും. 10.5 ഈസ് ഈക്വൽ ടു I × R ആണ് വരിക. സോ ഇവിടെ R കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 10.5 ഡിവൈഡ് ബൈ I വരും. I എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡാറ്റ പ്രകാരം ഇത് ചെയ്യുമ്പോൾ ഇതിലെ ഒരു ഓപ്ഷൻസുമായിട്ട് നമുക്ക് മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടും കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 29 എന്താ ക്വസ്റ്റ്യൻ നമ്പർ 29 വരിക? ക്വസ്റ്റ്യൻ നമ്പർ 29ൻ്റെ ആൻസർ എന്താ വരും മക്കളെ? ക്വസ്റ്റ്യൻ നമ്പർ 29 വായിക്കുക എല്ലാവരും. എ 100 വോൾട്ട് ബാറ്ററി, എ 100 വാട്ട് ബാറ്ററി but bulb B1 battery അല്ല കേട്ടോ, ബൾബ് B1 and 260 watt bulbs B2 and B3 are connected to 250 volt source. W1 W2 W3 are the output powers of the bulb B1 B2 B3 respectively.
സോ ക്വസ്റ്റ്യൻ നമ്പർ 29ൻ്റെ ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 29 എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലേ, പാരലൽ കണക്ഷൻ ആകുമ്പോൾ വി സെയിം ആയിരിക്കും. സോ ഇവിടെ ഉണ്ടാകുന്ന ഫസ്റ്റ് കേസിലുണ്ടാകുന്ന പവർ എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഈസ് പവർ? പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. സോ ഇവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ പി. ഓക്കെ, സോ ഇതിൻ്റെ രണ്ടിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതിൽ B1 B2 ആണ്. ഇപ്പോൾ ഇതിൻ്റെ പവർ നോക്കിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും B1 ആണ് 100 വാട്ട്, ഇത് 60 വാട്ടാണ്, ഇതും 60 വാട്ടാണ്, റൈറ്റ്? സോ R2ഉം R3യും R3 എന്ന് പറയുമ്പോൾ R2വിൻ്റെയും അതേപോലെ R3ൻ്റെയും പവർ സെയിം ആയതുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. R2വിൻ്റെ R3ൻ്റെ പവർ സെയിം ആയതുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. R1 എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ 100 ആണെങ്കിൽ R2ഉം R3യും വി സ്ക്വയർ ബൈ 60 എന്ന് വരും. അതിലാർക്കും സംശയമില്ല. ഫൈൻ. പിന്നെ നിങ്ങൾ നോക്കണേ, അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇവർ രണ്ടാൾക്കും റെസിസ്റ്റൻസ് സെയിം ആണ്, ഇവന് റെസിസ്റ്റൻസ് കുറച്ച് കുറവായിരിക്കും അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ സമയത്ത് ഇവന് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ബൾബ് B1ൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് B2നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് അക്രോസ് B1ഉം വോൾട്ടേജ് അക്രോസ് B2 നോക്കുമ്പോൾ വോൾട്ടേജ് അക്രോസ് B2 ആയിരിക്കും കൂടുതൽ. B1നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ പവർ കൂടുതലാണ്. പവർ കൂടുന്ന സമയത്ത് വോൾട്ടേജ് അയാൾക്ക് കുറവായിരിക്കും, മറ്റേ ആൾക്ക് വോൾട്ടേജ് കൂടുതലായിരിക്കും, കൂടുതൽ വേണ്ടി വരും. അപ്പോൾ കൂടുതൽ കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ അതിനെ നോക്കുന്ന സമയത്ത് മൂന്നാമത്തെ ആൾ നോക്ക്. മൂന്നാമത്തെ ആൾ ഇവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആർക്ക് വേണം? മൂന്നാമത്തെ ആൾക്ക് വേണം. മൂന്നാമത്തെ ആൾക്കാണ് എന്ത് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവുക? വോൾട്ടേജ് B3. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വോൾട്ടേജ് അക്രോസ് B3 ഏറ്റവും കൂടുതലായിരിക്കും. B3 കൂടുതലാന്ന് പറയുന്ന സമയത്ത് B3 നന്നായിട്ട് മാക്സിമം ബ്രൈറ്റ്നസ് കാണിക്കും. സീരീസ് കോമ്പിനേഷനിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് പവർ വാട്ടേജ് കുറവുള്ള ആൾക്ക് നല്ലതായിട്ട് എന്ത് ചെയ്യും? ബ്രൈറ്റ് ചെയ്യും. വാട്ടേജ് കുറവുള്ള ആൾ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യും. അപ്പോൾ ആർക്കാ കൂടുതൽ പവർ ഉണ്ടാവുകയെന്ന് ചോദിക്കുമ്പോൾ വോൾട്ടേജ് കൂടുതൽ എടുക്കുന്ന ആരാ? വോൾട്ടേജ് കൂടുതൽ എടുക്കുന്ന ആളാരാ? വോൾട്ടേജ് കൂടുതൽ എടുക്കുന്ന ആരാ? അപ്പോൾ W3 ഗ്രേറ്റർ ദാൻ W2 W ലെസ് ദാൻ W. അപ്പോൾ W1 ഗ്രേറ്റർ ദാൻ W2 ഗ്രേറ്റർ ദാൻ W3. അതായത് ഏറ്റവും കുറവ് W1-നായിരിക്കും, പിന്നെ W2, കാരണം വോൾട്ടേജ് ഏറ്റവും കുറവാർക്കുക W1-നായിരിക്കും, V1-നായിരിക്കും. പിന്നെ വോൾട്ടേജ് കൂടുതലാർക്കുക B2-നായിരിക്കും. പിന്നെ വോൾട്ടേജ് കൂടുതലാർക്കുക B3 ആയിരിക്കും. വോൾട്ടേജ് കൂടുതലനുസരിച്ച് നന്നായിട്ട് ഇപ്പോൾ കത്തും. അപ്പോൾ ഏറ്റവും കൂടുതൽ പവർ ആർക്കുക? B3 ആയിരിക്കും. സോ W1 ഗ്രേറ്റർ ദാൻ W2 ഗ്രേറ്റർ ദാൻ W3. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 29 ആൻസർ ഈസ് ഓപ്ഷൻ 4. Uniform electric field and uniform magnetic field are produced pointed in the same direction. Electron is projected with the same velocity. സെയിം ഡയറക്ഷൻ ആയിക്കോട്ടെ. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു ഇലക്ട്രോൺ ഈ ഡയറക്റ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, ഈ ഡയറക്ഷനിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു എഫക്റ്റും ഉണ്ടാക്കില്ല, കാരണം മാഗ്നറ്റിക് ഫീൽഡ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഫോഴ്സ് 0 ആണ്. പിന്നെ ഇലക്ട്രോൺ ആവുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് ആക്സിലറേഷൻ ബാക്കോട്ടേക്കായിരിക്കും. അപ്പോൾ ഇത് മുന്നോട്ടേക്ക് പോയി പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് പോകാൻ സംഭവിക്കുക. ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇലക്ട്രോൺ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്പീഡ് U ആണെങ്കിൽ കുറച്ച് ദൂരം അത് ട്രാവൽ ചെയ്ത് തിരിച്ചു വരിക ചെയ്യുക. അപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് വരും. സോ ഇലക്ട്രോൺ വിൽ ടേൺസ് ടു റൈറ്റ് തെറ്റാണ്, ടേൺസ് ടു ലെഫ്റ്റ് തെറ്റാണ്. ഇലക്ട്രോൺ വെലോസിറ്റി വിൽ ഇൻക്രീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് തെറ്റാണ്. ഇലക്ട്രോൺ വെലോസിറ്റി വിൽ ഡിക്രീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ശരിയാണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. An electron moving with the speed u along a positive x-axis at y is equal to 0 enters the region of uniform magnetic field which exists to the right of y-axis. ആയിക്കോട്ടെ, ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ എ റീജിയൻ ആഫ്റ്റർ സം ടൈം സ്പീഡിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. വരുന്ന സ്പീഡ് എത്രയാണോ അതേ സ്പീഡ് തന്നെ ഉണ്ടാവുക. അപ്പോൾ v is equal to u. കാരണം നമ്മൾ പറയുന്നുണ്ട് വർക്ക് ഡൺ ബൈ എ ചാർജ് പാർട്ടിക്കിൾ വെൻ എൻ്ററിങ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് 0 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് വൈസ് സ്പീഡ് മാറില്ല, പക്ഷേ വെലോസിറ്റി മാറും, ഡയറക്ഷൻ മാറും. ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ ചാർജ് പാർട്ടിക്കിൾ വിൽ ഫോളോ സർക്കുലർ പാത്ത്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നു, ഇത് നെഗറ്റീവ് ചാർജ് അല്ലേ, അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ആർ റൂൾ ഉപയോഗിക്കും. ഇലക്ട്രോൺ വരുന്ന ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് ആകുമ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുക താഴത്തേക്കാണ്. ഫോഴ്സ് ആക്ട് ചെയ്യുക താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡയറക്ഷനിലേക്ക് ഇത് താഴത്തേക്ക് വരും. V ക്രോസ് B അല്ലേ ഫോഴ്സ്, -I വരും. മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കല്ലേ, -K വരും അല്ലേ. സോ മൈനസും നമുക്ക് I ക്രോസ് K വരും. വാട്ട് ഈസ് I ക്രോസ് K?
ഐ ജെ കെ എടുക്കുന്ന സമയത്ത് ഐ ക്രോസ് കെ മൈനസ് ജെ വരും. മൈനസ് ജെ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക്. അത് ജസ്റ്റ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ആറിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തമ്പ് പോയിന്റ് ഔട്ട് ചെയ്യുക താഴത്തേക്കായിരിക്കും. താഴത്തേക്ക് എന്ന് പറയുന്ന സമയത്ത് വൈ ലെസ് ദാൻ 0. വൈ മുകളിലേക്ക് പോസിറ്റീവാണ്, താഴത്തേക്ക് നെഗറ്റീവാണ്. സോ വൈ ലെസ് ദാൻ 0 വരും. വൈ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 4 തന്നെയല്ലേ വരിക. 31 ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ചാർജ് പാർട്ടിക്കിൾ വിൽ ഫോളോ എ സർക്കുലർ പാത്ത് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. താഴത്തേക്കാണ് കറങ്ങുന്നത്. ഓഫ് കോഴ്സ് 100 പ്രാവശ്യം ചെയ്ത് പഠിച്ച ചോദ്യമാണല്ലേ. മ്യൂസിർ ഐ ബൈ 4 ഇൻറ്റു 1/r1 മൈനസ് 1/r2. കാരണം ഈ ഒരു ചെറിയ സർക്കിൾ ഇത് ക്ലോക്ക് വൈസിലാണ് പോകുന്നത്, അത് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. അത് ഉണ്ടാക്കുന്ന സെമി സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മ്യൂസിർ ഐ ബൈ 4r1 ആണ്. വലിയ സർക്കിൾ സെമി സർക്കിൾ തന്നെയാണ്. ഇവിടെ പോകുന്ന കറണ്ട് സെയിം ആണ്, പക്ഷേ റേഡിയസ് ഡിഫറൻ്റ് ആണ്. ഇത് ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ ഇത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു B1 മൈനസ് B2 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ 1 ആണ്. കാരണം നിങ്ങളതൊരു 100 പ്രാവശ്യം ബൈ ഹാർട്ട് പഠിച്ചൊരു ചോദ്യമാണ്. Current I is carried in a wire of length L. If the wire is turned into a circular coil, the maximum magnitude of torque in a given magnetic field will be. So നമുക്കറിയാം what is torque. Torque is equal to NIA അല്ലേ. സർക്കുലർ കോയിൽ ആണ്, അപ്പോൾ ഏരിയ πr² ആവും. മാക്സിമം ടോർക്കാണ് NIAB. സോ ഇവിടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2πr ആണ്. സോ R is equal to L by 2π എന്ന് വരും. സോ NI ഇൻറ്റു പൈ ഇൻറ്റു L² ബൈ 4π² എന്ന് വരും. പൈയും π² കട്ട് ചെയ്താൽ N 1 ആണ്, ഒറ്റ കോയിലാക്കിയിട്ടുള്ളൂ. സോ IL² ഡിവൈഡ് ബൈ 4π എന്ന് വരും. IL² ഡിവൈഡ് ബൈ 4π. ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. യെസ്, മാക്സിമം ടോർക്ക് NIAB ആണ്. മാക്സിമം ടോർക്കിൽ ഒരു വയറിൻ്റെ ലെങ്ത്ത് L ആണ്. അതിനെ നമ്മൾ സർക്കുലർ ഷേപ്പ് ആക്കുമ്പോൾ ആ ലെങ്ത് ആണ് പെരിമീറ്റർ ആയിട്ട് മാറുക. അപ്പോൾ അവിടെ നിങ്ങൾ ആ ലെങ്ത്തിൻ്റെ ഫോമിൽ റേഡിയസിനെ കൊണ്ടുവരിക, ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. The energy of a charged capacitor is given. Energy is equal to Q² by 2C. Answer will be option 1. Then question number 35. Two condensers C1 and C2 in a circuit are joined as shown in figure. The potential of a point A is V1 and that of B is V2. The potential of a point D will be എന്നാണ് ചോദ്യം. സോ ചാർജ് കൺസർവേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി പറയാൻ വേണ്ടി പറ്റും. സോ ചാർജ് ഓൺ C1 ഉണ്ടാകുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ CV ആണ്. സോ ഇത് D എന്നെടുക്കാം. ഇത് V1 V2നെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ചാർജ് കൺസർവേഷൻ ചാർജ് ഓൺ C1 ഇസ് ഈക്വൽ ടു ചാർജ് ഓൺ C2 ആണ്. സോ ചാർജ് CV ആണ്. C1 ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 മൈനസ് VD എന്ന് വരും. ഇസ് ഈക്വൽ ടു C2 ഇൻറ്റു VD മൈനസ് V2 വരും. ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരിടാം? C1 V1 മൈനസ് C1 VD ഇസ് ഈക്വൽ ടു C2 VD മൈനസ് C2 V2. നമുക്ക് VD അല്ലേ വേണ്ടത്, VDനെ ഒരു ഡയറക്ഷനിൽ കൊണ്ടുപോകാം. അപ്പോൾ C2 VD പ്ലസ് C1 VD is equal to C1 V1 plus C2 V2. സോ VD കോമൺ ആക്കി എടുത്താൽ C1 plus C2 is equal to C1 V1 plus C2 V2. സോ VD is equal to C1 V1 plus C2 V2 divided by C1 plus C2. Answer will be option 3. C1 V1 plus C2 V2 divided by C1 plus C2. Three capacitors of capacitance 3, 10, 15 are connected in a series to a voltage source 100, charge on 15 microfarad. Series connection ആണെങ്കിൽ ചാർജ് സെയിം ആയിരിക്കില്ലേ? Q is equal to C effective into V. So what is C effective? 1 by C effective is equal to 1 by 3 plus 1 by 10 plus 1 by 15. ഇത് 15 ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 3 ചെയ്താൽ പോയി, 3 അല്ല 5 ചെയ്യണം. അപ്പോൾ മുകളിലും 5 ചെയ്യണം. അപ്പോൾ 5 by 15 പ്ലസ് 1 by 15 പ്ലസ് 1 by 10 വരും. 6 by 15 പ്ലസ് 1 by 10 വരും. കട്ട് ചെയ്താൽ 5 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 5 കൊണ്ട് ചെയ്യാനില്ലല്ലോ. അപ്പം കാൽക്കുലേഷൻ ഭയങ്കര ലെങ്തി ആയി ഫോളോ ചെയ്തു. സിമ്പിൾ സാധനമല്ലേ ഇത്. 1 by C ഈക്വലൻറ്റ് അല്ലേ? സോ 1 by C ഈക്വലൻറ്റ് ഇസ് ഈക്വൽ ടു
ഇവിടെ ഇൻറ്റു 3 അടിക്കാം, ഇവിടെ ഇൻറ്റു 3 അടിക്കാം, അപ്പോൾ 30 ആയി. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 അടിക്കാം, ഇവിടെ ഇൻറ്റു 2 അടിക്കാം, ഇവിടെയും ഇൻറ്റു 2 അടിക്കാം, ഇവിടെയും ഇൻറ്റു 2 അടിക്കാം. സോ 10/30 പ്ലസ് 2 പ്ലസ് 3, അപ്പോൾ 15/30 വരും. 1/c ഈക്വലൻ്റ്. ഇത് സിമ്പിൾ കാൽക്കുലേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ c ഈക്വലൻ്റ് c ഈക്വൽ ടു 2 വരും. 2 മൈക്രോ ഫാരഡ് ആയിരിക്കും. അപ്പോൾ 2 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു വിയുടെ വാല്യൂ 100 ആണ്. സോ 200 മൈക്രോ കൂളം. 200 മൈക്രോ കൂളം. ആൻസർ ഈസ് ഓപ്ഷൻ 3. Two spherical conductors B and C have equal radii and carrying equal charges in them repel each other with a force F when kept apart at some distance. A third spherical conductor having same radius as that of B but uncharged is brought in contact with B, then brought in contact with C and finally removed away from both. The new force of repulsion between B and C. രണ്ട് സ്ഫെറിക്കൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ബിയും സിയും ആണ്. രണ്ടിലുണ്ടാവുന്ന ചാർജ് സെയിം ആണ്. ഇവ തമ്മിലുണ്ടാകുന്ന ദൂരം 6 ആണെങ്കിൽ ഇവ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ kq²/r² ആണ്. ദർ ഈസ് നോ ഇഷ്യൂ ഇൻ ദാറ്റ്. പിന്നെ മൂന്നാമതൊരാളെ കൊണ്ടുവന്നു. സെയിം ആളാണ്, പക്ഷേ അയാൾക്ക് എന്തില്ല, ചാർജ് ഇല്ല. അയാളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ട് ടച്ച് ചെയ്തു. അപ്പോൾ ചാർജ് ഈക്വലി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിലെ ചാർജ് q/2 ആവും, ഇതിലെ ചാർജ് q/2 ആവും. അതിനുശേഷം ഇതെന്ത് ചെയ്തു, സിയുമായിട്ട് കൊണ്ട് ടച്ച് ചെയ്തു. റേഡിയസ് ആസ് ദാറ്റ് ഓഫ് ബി ബട്ട് അൺചാർജ്ഡ്. പിന്നെ സിയുമായി ടച്ച് ചെയ്തു. സിയായി ടച്ച് ചെയ്യുമ്പോൾ പിന്നെയും അത് പകുതിയാവും. അപ്പോൾ q+q/2 3q/2 ആവും. അതിൻ്റെ പകുതി ആകുമ്പോൾ 3q/4 ആവും. ഇപ്പം ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണെന്നല്ലേ ചോദ്യം. സോ ന്യൂ ഫോഴ്സ് F' ഇസ് ഈക്വൽ ടു k/r² ഇൻറ്റു q/2 ഇൻറ്റു 3q/4 വരും. അപ്പോൾ 3/8 ഇൻറ്റു kq²/r² വരും. 3/8 ഇൻറ്റു എഫ് എന്ന് വരും. 3f/8. ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. 3 charges plus q, 2q, 4q are connected by strings as shown in the figure and in the equilibrium. What is the ratio of tension? Loss of motion ആയിട്ട് കണക്ഷൻ വന്നു. ടെൻഷൻ ആണ് ചോദ്യം. സോ ഈ 2q എന്നുള്ള ചാർജ് ഈ ക്യൂവിനെ എന്ത് ചെയ്യും, ഈ 2q എന്നുള്ള ചാർജ് ഈ ക്യൂവിനെ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് കൊടുത്ത് ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും അല്ലേ. അപ്പോൾ ഇതിലുണ്ടാകുന്ന ടെൻഷൻ ഇങ്ങോട്ടേക്ക് വരും. സോ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഈ ചാർജ് മാത്രമല്ല ഈ ചാർജും ഇതിനെ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ രണ്ട് ഫോഴ്സുകളുടെ സമ്മാണ് ടെൻഷൻ ഈക്വൽ. അപ്പോൾ ടെൻഷൻ AB എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സുകൾ ആഡ് ചെയ്യണം. അപ്പോൾ എന്താ വരിക, k ഇൻറ്റു 2q ഇൻറ്റു q ഡിവൈഡഡ് ബൈ d² പ്ലസ് k ഇൻറ്റു T1 എഴുതാം 4q ഇൻറ്റു q ഡിവൈഡഡ് ബൈ 2d² വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, k ഇൻറ്റു 2q² പ്ലസ് k ഇൻറ്റു 4q² കട്ട് ചെയ്താൽ k ഇൻറ്റു 3kq²/d². ഇതാണ് T1, ടെൻഷൻ T1. ഇനി T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സെയിം കണ്ടീഷൻ, ഈ ഒരു ചാർജ് ഇതിനെ ഇങ്ങോട്ടേക്ക് തള്ളും, അതേപോലെ ഈ ചാർജും ഇതിനെ ഇങ്ങോട്ടേക്ക് തള്ളും. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ T2 എന്ന് എടുക്കാം. So what is T2? T2 is equal to k into 4q into q divided by 2d² plus അല്ലേ. പ്ലസ് യെസ് വെരി കെയർഫുൾ. ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇവിടെ 2q അല്ലേ, 4q ഇൻറ്റു 2q. ഈ 4q 2q അല്ലല്ല, ആദ്യം നമ്മൾ ഇതാണ് എടുത്തത്, വെരി സോറി, ഈ ചാർജ് തന്നെയാണ് എടുത്തത്. ഈ 4qവും ഈ qവും 4q ബൈ ഡിസ്റ്റൻസ് പ്ലസ് രണ്ടാമത് k ഇൻറ്റു 4q ഇൻറ്റു 2q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് d² വരും. സോ അടുത്ത സ്റ്റെപ്പിൽ k ഇൻറ്റു ഈ 4ഉം ഈ 4ഉം കട്ട് ചെയ്താൽ kq²/d² വരും. ഇവിടെ 8kq²/d² വരും. ദാറ്റ് വിൽ ഗിവ് 9kq²/d² വരും. ഇത് T2. ഇനി T1 ഡിവൈഡ് ബൈ T2 എടുക്കുമ്പോൾ T1 3kq²/d² ആണ്. T2 എന്ന് പറഞ്ഞാൽ d²/9kq² ആണ്. d² kq² ഡബിൾ 3/9 വരും. വാട്ട് ഈസ് 3/9? 1/3. 1:3. അതായത് ഒന്നുമില്ലടാ, ഈ ടൈപ്പ് ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ് ചെയ്യുന്ന, അതായത്
ഇവിടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജുകൾ ഉണ്ടാക്കുന്ന ഫോഴ്സിൻ്റെ സമ്മിന് ഈക്വലാണ്. ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജുകൾ ഉണ്ടാക്കുന്ന ഫോഴ്സിൻ്റെ സമ്മിന് ഈക്വലാണ്. ആ രണ്ട് ടെൻഷൻസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ജസ്റ്റ് യൂസ് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. 4 charges equal to minus q are placed at the 4 corners of a square and charge q is in equilibrium. q is in at the center. എന്താണ് 4 charges ഏതൊക്കെയാ? മൈനസ് ക്യൂ, മൈനസ് ക്യൂ, മൈനസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. എവിടെ വെച്ചിരിക്കുന്നത്? സ്മോൾ ക്യൂ എന്നുള്ള ചാർജ് സെൻട്രൽ വെച്ചിട്ടുണ്ട്. സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ദ വാല്യൂ ഓഫ് ക്യൂ. സിസ്റ്റം ഇക്വിലിബ്രിയം ആണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താ? ചാർജ് ആയിട്ട് സെൻറ്ററൊക്കെ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. നോക്കിക്കോ, ഈ മൈനസ് ക്യൂ ഇതിനെ എങ്ങോട്ട് പിടിച്ച് തള്ളും, ഈ മൈനസ് ക്യൂ ഇതിനെ എങ്ങോട്ട് പിടിച്ച് തള്ളും, അത് ക്യാൻസൽ ചെയ്ത് പോകും. ഈ മൈനസ് ക്യൂ ഇതിനെ എങ്ങോട്ട് പിടിച്ച് തള്ളും, ഈ മൈനസ് ക്യൂ ഇങ്ങോട്ട് പിടിച്ചത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഒരു കോർണറിലെ ചാർജ് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഒരു കോർണറിലെ ചാർജ് എടുക്കുമ്പോൾ ഈ മൈനസ് ക്യൂ എന്നുള്ള ചാർജിനെ ഈ മൈനസ് ക്യൂ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽ സി ഫോഴ്സ് എഫ്. ഈ മൈനസ് ക്യൂ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അത് എഫ്. ഈ രണ്ട് ഫോഴ്സും ഈക്വലാണ്. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് രണ്ടിൻ്റെയും സെയിം ആണ്. ഇനി ഈ മൈനസ് ക്യൂ എന്ത് ചെയ്യും? ഈ മൈനസ് ക്യൂ റിപ്പൽ ചെയ്യും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം കണ്ടുപിടിക്കേണ്ടി വരും. ഈ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2a ആയിരിക്കും അല്ലേ? a√2. അത് എഫ് എന്ന് വിളിക്കാം. ഇനി √2a പകുതിയാണിത്. ഇത് a/√2 വരും ഈ ദൂരം. അപ്പോൾ ഈ ക്യൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് F1, ഇത് F2. സോ ഈ മൈനസ് ക്യൂവിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അതെന്ന് പറഞ്ഞാൽ 2F പ്ലസ് F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു എന്ത് വരടാ? 0 വരും. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കെ ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യൂ, ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. F1 എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ക്യൂ ക്യൂ, ക്യൂ 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 സ്ക്വയർ വരും. ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ √2a ഹോൾ സ്ക്വയർ വരും. മൂന്നാമത്തത് കെ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ ഡിവൈഡ് ബൈ a/√2ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 വരും. ഇല്ലേ? ഇപ്പം നമുക്ക് നോ there is another issue is happened. അതായത് ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് √2F ഈ ഡയറക്ഷനിലല്ലേ വരിക? ആ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് √2F ആണ് ഈ ഡയറക്ഷനിൽ വരിക. അപ്പോൾ അത് മൊത്തം ആഡ് ചെയ്യണം. അല്ല, ഞാൻ 2F ഇസ് ഈക്വൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഞാൻ ഒന്നും കൂടി ഫോഴ്സുകൾ ഒന്നുകൂടി കട്ട് ചെയ്ത് മാറ്റി എഴുതാം. അതായത് ഈ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, ഈ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഫോഴ്സ് മുകളിലേക്ക്. ഈ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് ഞാനിതാ ഇവിടേക്ക് എഴുതി. ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആയതുകൊണ്ട് ഇത് √2F ഞാൻ ഇന്ന് എഴുതി. ഇനി ഞാൻ പറയുന്നു ഈ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഫോഴ്സിന് ഞാൻ F1 അതേ ഡയറക്ഷനിലേക്ക്, അതേപോലെ ഈ ക്യൂ ഉണ്ടാക്കുന്ന ഫോഴ്സ് F2. എല്ലാ ഫോഴ്സുകളും സെയിം ഡയറക്ഷൻ. ജസ്റ്റ് ആഡ് ചെയ്താൽ നെറ്റ് ഫോഴ്സ് 0 വരണം. അപ്പോൾ ഞാൻ പറയുകയാണ് √2F പ്ലസ് F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ √2 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ കെ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. F1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ √2a ഹോൾ സ്ക്വയർ ആണ്. പ്ലസ് മൂന്നാമത് കെ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ ഡിവൈഡ് ബൈ a/√2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. എല്ലാത്തുനിന്നും KQA എടുത്ത് കള. അപ്പോൾ എന്ത് വരും? ഇവിടെ ഒരു √2Q ഉണ്ടാവും. KQA സ്ക്വയർ എടുത്ത് കളഞ്ഞാൽ KA സ്ക്വയർ ഒരു ക്യൂ എടുത്ത് കളഞ്ഞാൽ ഇവിടെ √2Q ബാക്കി ഉണ്ടാവും. KQ സ്ക്വയർ A സ്ക്വയർ എടുത്ത് കളഞ്ഞാൽ Q/√2 ഇവിടെ ബാക്കി ഉണ്ടാവും. പ്ലസ് മൂന്നാമത്തേൽ സ്മോൾ ക്യൂ ബൈ √2 ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ 4 വരും. ഇവിടെ സ്ക്വയർ ആണ്. അപ്പോൾ √2ൻ്റെ സ്ക്വയർ എടുത്താൽ ഇവിടെ 2 വരും. ഇവിടെ Q/√2ൻ്റെ സ്ക്വയർ 2 വരും. 2 ഇറങ്ങി മുകളിൽ 2Q ഇസ് ഈക്വൽ ടു 0 വരും. ഇപ്പോൾ 2Q ഇസ് ഈക്വൽ ടു, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരും അല്ലേ? മൈനസ് √2Q പ്ലസ് √2 മൈനസ് Q/2 വരും. അപ്പോൾ സ്മോൾ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ കോമൺ ആക്കി എടുത്താൽ മൈനസ് ക്യൂ കോമൺ ആക്കി എടുത്താൽ √2 പ്ലസ് 1/2 വരും. ഇപ്പോൾ 2√2 പ്ലസ് 2Q ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു 2√2 പ്ലസ് 1/2 വരും. കഴിഞ്ഞോ? ഇല്ല, ആൻസർ നോട്ട്.
കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ. ഇത് കുറച്ച് ലെങ്തി കാൽക്കുലേഷൻ ഉണ്ടല്ലേ. ലെങ്തി കാൽക്കുലേഷനും അതേപോലെ വെക്റ്റർ അഡീഷൻ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് മുന്നോട്ടേ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ടൂവും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് -q ഇൻറ്റു √2 + 1/2. അതിൻ്റെ കൂടെ ഈ q താഴത്തേക്ക് വന്നാൽ ഇങ്ങനെ വരും. സോ അടുത്ത സ്റ്റെപ്പിൽ q is equal to -q/2 ഇൻറ്റു അതങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്നുകൂടി കംപ്ലീറ്റ് ചെയ്യാം. അത് പിന്നെ അഗെയിൻ അവിടെ നിൽക്കട്ടെ. ഈ q ഇങ്ങോട്ട് പോകുന്ന സമയത്ത് -q/2 ഇൻറ്റു 2√2 + 1/2 വരും. അടുത്ത സ്റ്റെപ്പിൽ -q/4 ഇൻറ്റു 1 + 2√2 -q/4 ഇൻറ്റു 1 + 2√2. ആൻസർ വിൽ ബി ഓപ്ഷൻ 1. 39th question ആൻസർ ഈസ് ഓപ്ഷൻ യെസ് വെരി കെയർഫുൾ. ഈ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ മൂന്നാമത്തെ ചാർജ് Q എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ചാർജാണ്. ഈ മൂന്നാമത്തെ ചാർജ് Q എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് മക്കളെ? പോസിറ്റീവ് ചാർജാണ്. ആ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്കല്ലല്ലോ വരിക. ആ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരിക. അപ്പോൾ ഈ മൂന്നാമത്തെ ഫോഴ്സ് F3 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ ഇവിടെ സൈൻ എന്താ വരിക? മൈനസാണ് വരിക. ഇവിടെ സൈൻ എന്താ വരിക? മൈനസാണ് വരിക. ഇവിടെ സൈൻ എന്താ വരിക? മൈനസാണ് വരിക. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആൻസർ -2q എന്നുള്ളൊരു ആൻസറാണ് ഉണ്ടാവുക. കാരണം ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുക ചെയ്യുക. അപ്പോൾ ഇത് ഈ ഉണ്ടാക്കുന്ന ഫോഴ്സിന് ഇത് ബാലൻസ് ചെയ്ത് പോകണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എടുത്ത് പോയിട്ടുള്ളൂ. സോ അതിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വരണം. സോ ഇവിടെയൊക്കെ നെഗറ്റീവ് ഉണ്ടാവും. സോ ഇവിടെയൊക്കെ നെഗറ്റീവ് ഉണ്ടാവും. ഈ നെഗറ്റീവ് ഇവിടെയൊക്കെ തന്നെ ഇവിടെ എല്ലാ ഭാഗത്തും ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും. സോ -q is equal to -q/4 ഇൻറ്റു -q/4 ഇൻറ്റു 1 + 2√2 ആണെങ്കിൽ ഈ മൈനസും ക്യാൻസൽ ചെയ്താൽ q is equal to q/4 ഇൻറ്റു 1 + 2√2. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. പക്ക കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ മാത്രമല്ല, ചെറിയ മിസ്റ്റേക്ക് മതി ആൻസർ മാറാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ആ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് ഈ 4 കോർണറിലും -q ഈസ് ദർ. സോ ഈ 3 -q എന്നുള്ള ചാർജുകൾ ഉണ്ടാക്കുന്ന ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും. ഇവൻ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷൻ, ഇവൻ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷൻ, ഇവൻ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷൻ. സോ ഈ മൊത്തം റിസൾട്ടൻറ്റ് ഫോഴ്സിനെ, ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻറ്റ് ഈ ഡയറക്ഷൻ, അതിൻ്റെ ഈ ഒരു സ്മോൾ q എന്നുള്ള ചാർജാണ് ഇതിനെ ക്യാൻസൽ ചെയ്യുന്നത്. ഇതാണ് കണ്ടീഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 40. A parallel plate capacitor has plate area A and separation D. It is charged to a potential difference V0. The charging battery is disconnected and the plates are pulled apart to 3 times to the initial separation. The work required to separate the plates is. So ആദ്യം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ CV² ആണ്. CV02 ആണ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ Q കോൺസ്റ്റൻ്റ് ആണ്. പുൾഡ് അപ്പാർട്ട് ടു 3 ടൈംസ് ആണ്. 3 ടൈംസ് എന്ത് ചെയ്തു? പുൾ ചെയ്തു. ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ Q ഈസ് കോൺസ്റ്റൻറ്റ്. സോ Q is equal to CV ആണ്. സോ വാട്ട് ഹാപ്പൻസ് ടു V? Q/C ആണ്. V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ C ആവും. സിക്ക് എന്ത് സംഭവിക്കും? C is equal to ε0 A/D യിൽ പുതിയ C എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 3 ടൈംസ് ആക്കുമ്പോൾ ന്യൂ C എന്ന് പറഞ്ഞാൽ C' എന്ന് പറഞ്ഞാൽ പഴയ സിയുടെ 1/3 ആയി എന്നുള്ള അർത്ഥം. 3 ടൈംസ് കൂടി എന്ന് പറഞ്ഞെങ്കിൽ C/3 ആയി എന്നർത്ഥം. ഇത് C/3 ആയി കഴിഞ്ഞാൽ പുതിയ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ന്യൂ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഓഫ് V ആവും. അതായത് കപ്പാസിറ്റൻസ് 1/3 ടൈംസ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ 3 ടൈംസ് കൂടുകയാണ് ചെയ്യുക. ഇനി ന്യൂ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ × C/3 × 3V² വരും. സോ 9/3
ടൈംസ് ഓഫ് യു ഇനീഷ്യൽ വരും. 3 ടൈംസ് ഓഫ് യു ഇനീഷ്യൽ. സോ വർക്ക് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ വർക്ക് ഡൺ. അപ്പോൾ 3ui നിന്ന് ഇനീഷ്യൽ ui കുറച്ചാൽ 2ui വരും. വാട്ട് ഈസ് ui? 2 ഇൻറ്റു ഹാഫ് cv സ്ക്വയർ. ഹാഫ് c എന്ന് പറഞ്ഞാൽ ε0 a/d ഇൻറ്റു v0 സ്ക്വയർ. 2 കട്ട് ചെയ്താൽ ε0 a v0 സ്ക്വയർ ബൈ d ഈസ് ദ ആൻസർ. ε0 a v0 സ്ക്വയർ ബൈ d ഈസ് ദ ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പോൾ ചെയ്ത മെത്തേഡ് നോക്കണേ. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് cv സ്ക്വയർ. ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കോൺസ്റ്റൻ്റാണ്. ചാർജ് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് ഡിസ്റ്റൻസ് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ 3 ടൈംസ് ആക്കുമ്പോൾ കപ്പാസിറ്റൻസ് 3 ടൈംസ് കുറയും. കപ്പാസിറ്റൻസ് 3 ടൈംസ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ 3 ടൈംസ് കൂടുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഓഫ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യലിൽ നിന്ന് ഇനീഷ്യൽ കുറയ്ക്കുമ്പോൾ 2 ടൈംസ് കിട്ടും. അവിടെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ദെൻ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡി സ്ലാബ് ഓഫ് തിക്നെസ്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയാലോ. സി ഡാഷ് ഇസ് ഈക്വൽ ടു ε0 a ഡിവൈഡ് ബൈ d മൈനസ് ടി പ്ലസ് ടി ബൈക്ക്. പക്ഷേ ഈ ഒരു ഫോർമാറ്റിലല്ല ആൻസർ തന്നിരിക്കുന്നത്, ആണോ? അല്ല, ടി കോമൺ ആക്കി എടുത്തുള്ളൊരു കേസ് ε0 a ഡിവൈഡ് ബൈ d മൈനസ് ടി കോമൺ ആക്കി എടുത്ത് എന്താ വരിക? 1 മൈനസ് 1/k അല്ലേ? ε0 a ഡിവൈഡ് ബൈ d മൈനസ് ടി അകത്ത് പോകുമ്പോൾ മൈനസ് ടി പ്ലസ് ടി ബൈ കെ. അപ്പം d മൈനസ് ടി ഇൻറ്റു 1 മൈനസ് 1/k. സോ ക്വസ്റ്റ്യൻ നമ്പർ 41 ആൻസർ ഈസ് ഓപ്ഷൻ 3. 2 charges Q1 and Q2 are placed 30 cm apart as shown in figure. A third charge Q3 is moved along the arc of a circle of radius of 40 cm. The change in potential energy of the system. So initially ഇത് ഇവിടെയാണല്ലേ. ഇനീഷ്യലി ഇവിടെ നിൽക്കുമ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 എന്ന് കിട്ടും. സോ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ k ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ 30 സെൻറ്റിമീറ്റർ ആണ് ഇൻറ്റു 10⁻⁻² പ്ലസ് k ഇൻറ്റു Q1 Q3 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 10⁻² പ്ലസ് മൂന്നാമത്തത് k ഇൻറ്റു Q2 Q3 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 10⁻². എന്നിട്ട് പറയുന്നത് എന്താ? എന്നിട്ട് പറയുന്നുണ്ട് ഇതിനെ ഈ ഒരു ആർക്ക് ഇതൊരു ആർക്കാവുമ്പോൾ ഇതാണ് റേഡിയസ്. ഈ റേഡിയസ് 40 ആണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ Q3 ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. കാരണം ഇവിടെ 40 ആണ്. അപ്പോൾ ഇതും 40 ആണ്. ഇതുവരെ 30 ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 10 ആയിരിക്കും. സോ ഇനി ഫൈനൽ എഴുതുന്ന സമയത്ത് ആദ്യം എഴുതിയ ആളുകളെ തന്നെ കറക്റ്റ് ചെയ്താൽ Q1 Q2 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 10⁻². അതിലൊരു മാറ്റവുമില്ല. k ഇൻറ്റു Q1 Q3 ഡിവൈഡ് ബൈ Q1 Q3 തമ്മിലുള്ള ദൂരവും ഇപ്പോൾ 40 ആണ്. അരേ വാ, ഈ Q1 ഉം Q3 തമ്മിലുള്ള ദൂരം ഇപ്പോൾ എത്രയാണ്? 40 ആണ്. അതിലും മാറ്റമില്ല. അപ്പോൾ എന്തിന് മാത്രമേ മാറ്റമുള്ളൂ? Q2 ഉം Q3 തമ്മിലുള്ള ദൂരം ഇപ്പോൾ 10 ആണ്. 10 ഇൻറ്റു 10⁻². സോ ചേഞ്ച് എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും സെയിം ആണ് കട്ട് ചെയ്തു പോകും, ഇതും സെയിം ആണ് കട്ട് ചെയ്തു പോകും. ഇത് തമ്മിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കും? k ഇൻറ്റു Q2 Q3 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10⁻² മൈനസ് k ഇൻറ്റു Q2 Q3 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 10⁻². അടുത്ത സ്റ്റെപ്പിൽ k എന്ന് പറഞ്ഞാൽ k Q2 Q3 ബൈ 10⁻² കോമൺ ആക്കി എടുത്താൽ 1/10 മൈനസ് 1/50 അല്ലേ വരിക? 1/50 മൈനസ് 50 മൈനസ് 10 40 ബൈ 50 ഇൻറ്റു 10 വരും. താഴത്ത് 10⁻² ഉണ്ട്. കെൻ്റെ വാല്യൂ 1/4πε0 വരും. Q2 Q3 എന്ന് വരും. 10⁻² ഈ 2 0 ക്യാൻസൽ ചെയ്യാം. ഈ 5 40 8 പ്രാവശ്യം പോവും. സോ Q3/4πε0 ഇൻറ്റു 8Q2 എന്നുള്ള ആൻസർ വരും. ആൻസർ 8Q2 വരും. 8Q2 ആൻസർ വിൽ ബി ഓപ്ഷൻ 1 8Q2. കാരണം ഇവിടെ Q3/4πε0 k, ഈ k അതിൽ ഇവിടുത്തെ k എന്ന് പറഞ്ഞാൽ 8Q2 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന റിലേഷൻ അല്ലേ? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഇതിനൊരു നമ്മളൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? എന്താണത്? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതെന്ന് കാണിക്കുന്നുണ്ടോ? ഇത് നമുക്ക് നോക്കാം. ഇത് 2 ഇത് 2 ഇത് 8 ഇത് 2 വരും, ഇത് 2 വരും, ഇത് 2 വരും, ഇത് 2 വരും. എൻ്റെ ബീൻ്റെ അക്രോസ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വരും. ഇതിങ്ങനെ ക്ലോസ്ഡ് ആവും. രണ്ടും 4 2 8 8 പാരലാകുമ്പോൾ
4 8 4 8 8 ohm is the right answer. 8 ohm is the right answer. മക്കളേതാ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ പോവാണ്, അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്, കറണ്ട് അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഈ 4ഉം ഈ 2ഉം 8 ആവും, അത് ഇതുമായിട്ട് പാരലാകുമ്പോൾ 4, ഈ 4ഉം ഇത് ഇവിടെ 8 ആവും, ഈ 8ഉം ഇതും പാരല, അങ്ങനെ 4 8 ആയിട്ട് വരും. സാധാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4ഉം 2ഉം 2ഉം 8 8ഉം 8ഉം 4 4ഉം 2ഉം 2ഉം 8 8ഉം 8ഉം 4 4ഉം 2ഉം 2ഉം 8. A copper wire of length 1 meter and radius 1 millimeter is joined in series with an iron wire of length 2 meter, radius 3 meter. Current is passed through the ratio of the current density. Copper and wire. Current density എന്ന് പറഞ്ഞാൽ current per unit area അല്ലേ, current divided by pi r square. സോ ചോദ്യം J1 by J2 എന്ന് പറയുമ്പോൾ I1 by I2 into R2 by R1 whole square. ഇങ്ങനെ റേഷ്യോ എടുക്കുക. I1 എത്രയാ, ഫസ്റ്റത്തിൽ പോകുന്ന കറണ്ട് എത്രയാ, രണ്ടുകൂടെ പോകുന്ന കറണ്ട് സെയിം ആണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ, 1 വരും. റേഡിയസ് എത്രയാ, 3 millimeter ആണ് ഒന്ന്, അപ്പോൾ 3/1 ഹോൾ സ്ക്വയർ വരും. 3/1 ഹോൾ സ്ക്വയർ 9:1 എന്നുള്ള ആൻസറിൽ എത്തും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is applied to copper wire of length L and diameter D if V is doubled. Drift velocity is doubled. കാരണം drift velocity is equal to E by M into tau ആണ്, where electric field is equal to V by ML into tau വരും. So drift velocity is directly proportional to potential difference. A proton is accelerated by a potential difference 500 kilowatt, moves through a transverse magnetic field 0.51 Tesla. As shown in figure, the angle theta through which the proton deviates from the initial direction of its motion. അത് നിങ്ങൾ റിസൾട്ട് പഠിക്കുന്നുണ്ട്, റിസൾട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സൈൻ തീറ്റ is equal to BD divided by root of Q divided by 2mv എന്ന് റിസൾട്ട് പഠിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഇങ്ങനെ ട്രാൻസ്വേഴ്സിലേക്ക് ചാർജ് പാർട്ടികൾ എൻ്റർ ചെയ്യുമ്പോൾ ആ ചാർജ് പാർട്ടികൾ ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് നോക്കേണ്ടത്. ഈ ആംഗിളാണ് ആൽഫ. ഇതിങ്ങനെ പോകുമ്പോൾ ഇത് റേഡിയസ് ആയിരിക്കും, ഇത് ആൽഫയാണെങ്കിൽ ഈ ദൂരം എന്ന് പറഞ്ഞാൽ ഡി ആണ്. സോ സൈൻ ആൽഫ is equal to D/R വരും. റേഡിയസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ്, നമ്മൾ പഠിക്കുന്നുണ്ട് റൂട്ട് ഓഫ് 2mQV divided by QB എന്ന് പഠിക്കുന്നുണ്ട്. ഓർ റേഡിയസ് is equal to 1/B into root of 2mV divided by Q എന്ന് വരും. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ ആൽഫ is equal to DB into root of 2mV divided by Q എന്ന് വരും. DB into root of 2mV divided by QB. ഈ റിസൾട്ട് ബൈ ഹാർട്ട് പഠിക്കുക കേട്ടോ. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഇവിടെ ഓരോ വാല്യൂസും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഡിയുടെ വാല്യൂ 10 cm 10⁻². മാഗ്നറ്റിക് ഫീൽഡ് 0.51. 2 ഇൻറ്റു പ്രോട്ടോണിൻ്റെ മാസ്, ഇത് തല തിരിഞ്ഞിട്ടല്ലേ വരിക, റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് DB ഇൻറ്റു റൂട്ട് ഓഫ് Q divided by 2mV വരിക ചെയ്യുക. അപ്പോൾ D 10⁻², 10 ഇൻറ്റു 10⁻², 10⁻⁻1. മാഗ്നറ്റിക് ഫീൽഡ് 0.51, ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19, 2 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻27. ഇതിൻ്റെ മാസ് പൊട്ടൻഷ്യൽ 500 ഇൻറ്റു 10⁻⁻3 പ്ലസ് 3. 1.6 കട്ട് ചെയ്യുക. 2ഉം 500ഉം 1000, 1000ഉം 10⁻6 വരും. 10⁻6 വന്നിട്ടുണ്ടെങ്കിൽ -21 വരും. -21 പ്ലസ് 21 100 വരും. 100 കൂടെ 0 വരും. അപ്പോൾ 0 വരുന്ന സമയത്ത് 10 വരും. അപ്പോൾ 0.51 വരും. 0.5 സൈൻ ആൽഫ എഗെയിൻ 0.5 വരും. 0.5 വരണമെങ്കിൽ ആൽഫ ഷുഡ് ബി 30 ഡിഗ്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. സോ ഈ ഒരു റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരു റിസൾട്ട് പഠിച്ചു വെക്കണം നല്ലതാണ്. ഇങ്ങനൊരു ഷേപ്പ് ഉണ്ട്, ഇത് തമ്മിലുള്ള ദൂരം D ആണെങ്കിൽ ഒരു ചാർജ് പാർട്ടികൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എത്രത്തോളം ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സൈൻ ആൽഫ is equal to DB into root of Q by 2mV. ക്വസ്റ്റ്യൻ നമ്പർ 47. സോ നമുക്ക് ഇനി 3 ക്വസ്റ്റ്യൻസ് ആണ്, 47, 48 and 49 and 50. 47. Find the magnetic field at the center of the circular loop as shown in figure when the single loop wire is bent into a form of circular loop and also extend to a form a straight section.
യെസ്, ഇത് കുറച്ച് ചാലഞ്ചിങ് ആയുള്ളൊരു ചോദ്യമാണ്. സർക്കുലർ ലൂപ്പ് ഉണ്ട് ഇവിടെ. ഈ സർക്കുലർ ലൂപ്പിൻ്റെ ഇവിടെ നിന്നാണ് ഈ വയറ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ വയറ് വന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. സോ B1 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ടു എ ബി എന്നുള്ള വയർ എടുക്കുകയാണെങ്കിൽ ഈ എ ബി എന്നുള്ള വയറിന് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. സോ ഇവിടെ നിന്നുണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6 ആണ്. ഒരു എൻഡ് ഇൻഫിനിറ്റിലേക്കാണ്, അപ്പോൾ അത് 90 വരും. ഒരു എൻഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. യെസ്, ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ടു എ ബി എന്നുള്ള വയറാണെങ്കിൽ μ0I ഡിവൈഡ് ബൈ 4πr ഇൻറ്റു സൈൻ 90 മൈനസ് സൈൻ 45 ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട് ഇങ്ങനെ വയർ പോകണം. ഇവിടെയാണ് പോയിൻ്റ് എങ്കിൽ ഇവിടേക്ക് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് α1 α2. ഇത് പോയിൻ്റ് ഇൻഫിനിറ്റിലേക്ക് വയർ ഇങ്ങനെ ഇൻഫിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ മറ്റേ എൻഡ് നമുക്ക് കിട്ടില്ല. അപ്പോൾ മറ്റേ എൻഡ് ഉണ്ടാക്കുന്ന ആംഗിളാണ് എത്രയാണ് 90 ഡിഗ്രി അല്ലേ. സോ ഇങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് μ0I ബൈ 4πr ഇൻറ്റു സൈൻ 90 മൈനസ് സൈൻ 45 എന്ന് വരും. സൈൻ 90 1 ആണ്. അപ്പോൾ μ0I ബൈ 4πr ഇൻറ്റു 1 മൈനസ് 1 ബൈ √2 എന്നുള്ള റിലേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് സർക്കുലർ ലൂപ്പ് ഉണ്ടാക്കുന്നത് μ0I ഡിവൈഡ് ബൈ 2r ആണ്. മൂന്നാമത് BC എന്നുള്ള വയർ B3 എന്നുള്ള വയർ ഉണ്ടാക്കുന്നത് നിങ്ങൾ നോക്കുക. ഇങ്ങനെ പോകുന്നത് യെസ്, ഇവിടെ മൈനസ് വരാൻ കാരണം ഈ വയറിൻ്റെ താഴത്താണ് പോയിന്റ്. ഈ വയറിനെ നോക്കുമ്പോൾ ഇവിടെയാണ് പോയിന്റ്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 45ഉം ഇത് 90ഉം ആയിരിക്കും. സോ B3യുടെ ഇക്വേഷനിൽ μ0I ബൈ 4πr ഇൻറ്റു സൈൻ 90 പ്ലസ് സൈൻ 45 ആണ് വരിക. അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മറന്നു പോകാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു കണ്ടക്റ്റിംഗ് വയറാണെങ്കിൽ ഇതിലൂടെ പോകുന്ന കറണ്ട് AB ആണ്. പോയിന്റ് ഇവിടെയാണെങ്കിൽ നമ്മൾ പറയും ഈ ദൂരം 6 ആണെങ്കിൽ ഈ ആംഗിൾ θ1ഉം ഈ ആംഗിൾ θ2ഉം ആകുമ്പോൾ B എന്ന് പറഞ്ഞാൽ μ0I ഡിവൈഡ് ബൈ 4πr ഇൻറ്റു സൈൻ θ1 പ്ലസ് സൈൻ θ2. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കാം കേട്ടോ. പോയിന്റ് ഇവിടെയാണെങ്കിൽ താഴത്താണ് പോയിന്റ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ദൂരം 6 ആണ്. ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക, മറ്റേത് ഇൻഫിനിറ്റിയിലേക്കാണ്. അപ്പോൾ ഇവിടെ θ1 90ഉം θ2 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആയിരിക്കും. ഇതാണ് θ വരിക. സോ ഇവിടുത്തെ പോയിന്റ് താഴെയാണെങ്കിൽ ഇക്വേഷൻ വിൽ ചേഞ്ച് ടു μ0I ബൈ 4πr ഇൻറ്റു സൈൻ θ1 മൈനസ് സൈൻ θ2 എന്നുള്ള റിലേഷനിലേക്ക് മാറും. അതുകൊണ്ടാണ് ഇവിടെ നോക്കുക, ഇവിടെ ലൈൻ ഇതാണ്, പോയിന്റ് ഇവിടെയാണുള്ളത്. സോ ഇവിടേക്കുള്ള ഈ ആംഗിൾ എന്ന് പറയുന്ന സമയത്ത് ഇത് കുറവാണ്. ഇത് ഇൻഫിനിറ്റിലേക്ക് പോകുന്നു, പോയിന്റ് ഇൻഫിനിറ്റിലേക്ക് പോകുന്നു. ഇത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന AB എന്നുള്ള വയറിൻ്റെ താഴത്തായതുകൊണ്ട് അവിടെ മൈനസ് വരും. ഇത് ഇനി മൊത്തം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. AB എന്നുള്ള ഇൻറ്റു ദ പ്ലെയിൻ ആണ്. ലൂപ്പ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. കറണ്ട് ക്യാരിങ് വയറും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. സോ എല്ലാം പോയിന്റ് AB എന്നുള്ള വയർ ഉണ്ടാക്കുന്ന പോയിന്റിലുള്ള ഫീൽഡ് എങ്ങോട്ടേക്കാം, ഇൻറ്റു ദ പ്ലെയിൻ ആണ്. ഇനി BC കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സർക്കുലർ ലൂപ്പ് ഉണ്ടാക്കുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് വയർ ഉണ്ടാക്കുന്നതും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. സോ വെക്ടർ അഡീഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് രണ്ടും ആഡ് ചെയ്യണം. സോ ഇത് രണ്ടും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഇതെന്താണ്, ഇൻറ്റു ദ പ്ലെയിൻ ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഇത് രണ്ടും സെയിം ഡയറക്ഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, μ0I ബൈ 4πr ഇൻറ്റു 1 പ്ലസ് സൈൻ 45 1 ബൈ √2. ഒരാൾ മുകൾക്ക് ഒരാൾ താഴേക്കുമാണ്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകില്ല. അപ്പോൾ ഇവിടെ μ0I ബൈ 4πr പ്ലസ് μ0I ബൈ 4πr ഇൻറ്റു √2 വരും. ഇത് അതേപോലെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് μ0I ബൈ 4πr മൈനസ് μ0I ബൈ 4πr √2 വരും. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യണം, അതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും, ഈ തമ്മിൽ ആഡ് ചെയ്യപ്പെടും. അപ്പം 2 ഇൻറ്റു μ0I ബൈ 4πr ഇൻറ്റു √2 പ്ലസ് μ0I ബൈ 2r വരും. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ μ0I ബൈ 2r ഞാൻ കോമൺ ആക്കി എടുത്താൽ
1 plus 1 by pi root 2 എന്നുള്ള ആൻസർ 1 plus 1 by pi root 2 ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സച്ച് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നിങ്ങളെ എടുക്കാറ്. ഞാൻ 3 ഇക്വേഷൻ എഴുതുന്നുണ്ട്. ഈ എ ബി എന്നുള്ള വയറിൽ ഇവിടെയാണ് പോയിന്റ്, അതുകൊണ്ട് ഈ റിലേഷനാണ് വരിക. അപ്പോൾ ഇത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഈ ബാക്കി 2 ആൾക്കാരും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. സോ ഞാനിത് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഈ ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോകും. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇത് ഡബിൾ ആവും. അതാണ് 2 × μ0 എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ മറ്റേ ടേം ആഡ് ചെയ്യുക, രണ്ടും ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. പോയിന്റ് ചാർജ് Q1 Q2 kept at a ഡിസ്റ്റൻസ്, അതായത് ഒരാൾ ഇവിടെയും ഒരാൾ 2 മൈക്രോ കൂളം, ഒരാൾ -1 മൈക്രോ കൂളം, തമ്മിലുള്ള ദൂരം 6 ആണ്. ഇതിൻ്റെ കോർഡിനേറ്റ് ഇവിടെ 0, ഇവിടെ 6. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിൽ ബി 0 അറ്റ് പോയിൻറ്റ്സ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എ ബി എന്നുള്ള 2 പോയിൻറ്റ്സിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവും. ഇൻസൈഡ് പോയിൻ്റ് ഉണ്ടാവും, ഔട്ട്സൈഡ് പോയിൻ്റ് ഉണ്ടാവും. സോ ഇൻസൈഡ് പോയിൻ്റ് എന്ന് പറയുന്ന സമയത്ത് എ ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. പോട്ടെ, ഷോർട്ട് കട്ട് ഇക്വേഷൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഷോർട്ട് കട്ട് ഇക്വേഷൻ ഓർമ്മ ഇല്ലാതെ നമ്മൾ എന്താ ചെയ്യുക? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 6 ആണെന്ന് വിചാരിക്കുന്നു. സോറി, ഇവ തമ്മിലുള്ള ദൂരം 6, 6 ആണ്. ഇവ ഇങ്ങോട്ടുള്ള ദൂരം x ആണെങ്കിൽ ഈ ദൂരം r - 6. സോ പൊട്ടൻഷ്യൽ 0 ആവണമെങ്കിൽ k × q/x പ്ലസ് k × ഇത് രണ്ടും ഈക്വൽ വാല്യൂസ് ആവണം അല്ലേ? അപ്പോൾ k × 2/x is equal to k × 1 divided by r - x വരും. സോ k ക്യാൻസൽ ചെയ്യാം. r - x is equal to × 2 is equal to x വരും. 2r - 2x is equal to x വരും. 3x is equal to 2r വരും. x is equal to 2r/3 വരും. 2/3 × r 6 ആണ്. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ x is equal to 4 വരും. x4 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ദർ ഈസ് ഓൺലി 1 ഓപ്ഷൻ. അപ്പോൾ x4 വരും. അപ്പോൾ ഇൻസൈഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 4 ആണ്. അപ്പോൾ ഔട്ട്സൈഡ് ഒരു വാല്യൂ കൂടി കിട്ടും. പക്ഷേ ഞാനത് ചെയ്ത് നോക്കുന്നില്ല. കാരണം എന്താ? ഇവിടെ എക്സിൻ്റെ വാല്യൂ 4 വരുന്ന ആകെ ഒരൊറ്റ ഓപ്ഷനുള്ളൂ. സോ ഡയറക്റ്റ്ലി നമുക്ക് ഓപ്ഷൻ 3 ആൻസർ പറയാം. ഇനി നിങ്ങളിവിടെ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കണം. എ തിൻ സ്പെറിക്കൽ കണ്ടക്ടിങ് ഷെൽ ഓഫ് റേഡിയസ് ആർ ഹാസ് എ ചാർജ് Q. ഒരു കണ്ടക്ടിങ് ഷെല്ലിൻ്റെ ചാർജ് Q ആണ്. ഇതിൻ്റെ ഇൻസൈഡ് സെൻറ്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് ചോദ്യം. ഈ r/2 ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. ഇതുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ kq/r പ്ലസ് ഇൻസൈഡ് ഉണ്ടാക്കുന്നത് kq ഡിവൈഡ് ബൈ r/2. സോ വാട്ട് ഈസ് k? 1/4πε0 × q/r പ്ലസ് 1/4πε0 q/r/2. അപ്പോൾ 2 കറങ്ങി മുകളിൽ വരും. 2q/4πε0r q/4πε0r. ആൻസർ ഈസ് ഓപ്ഷൻ 4. രണ്ടാളുകളും പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. എ യൂണിഫോം വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 18 ohm and is bent into an equilateral triangle. Then resistance between any two vertices of a triangle is. Equilateral triangle ആകുമ്പോൾ ഈക്വൽ ലെങ്ത് ഏതെങ്കിലും ഒരു എൻഡ്. അപ്പോൾ ഇത് 6, ഇത് 6, ഇത് 6. 6ഉം 6ഉം 12. ഒരു എൻഡ് 6. 12ഉം 6ഉം പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 2 + 1. ബിഗ് 1 ഡിവൈഡ് ബൈ n + 12/3 ദാറ്റ് വിൽ ഗിവ് 4. 50th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചതിൽ 2-3 ക്വസ്റ്റ്യൻസേ ഭയങ്കര ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. ബാക്കി മെജോറിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അടുത്ത GAB ഇതിനെക്കാട്ടി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കാണും, ചെക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. സോ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.